അഊദുബില്ലാഹി സ്സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വ മിഖ്ദാരിഹിൽ അദീം. യാ ഹിമ്മത്തശ് ശഹ്ദുരി ലനാ ബിഹാദിൽ മഹ്ദരി വൽ തഅതി ഫീ ബിനദ്റത്തിൻ തഅതി ലനാ ബിൽ ളഫരി. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. കഴിഞ്ഞ തഫ്സീറിൻ്റെ ദർസിൽ നമ്മൾ സൂറത്ത് നിസാഇൻ്റെ 162 ആയത്തായിരുന്നു നോക്കിയിരുന്നത്. ലാകിൻ الراسخون في العلم منهم والمؤمنون يؤمنون بما أنزل إليك وما أنزل من قبلك والمقيمون الصلاة ومؤتون الزكاة ومؤمنون بالله واليوم الآخر أولئك سنؤتيهم أجرا عظيما. ഇതിൻ്റെ വിശദീകരിച്ച തഫ്സീർ നമ്മൾ റിയാദ് തഫ്സീറിനും അതുപോലെ തന്നെ റാദിം നാമിൻ്റെ തഫ്സീർ കബീർ എന്നൊക്കെ നോക്കി. അപ്പോൾ ഇൽമിൽ അടിയുറച്ചവർ, റാസിഖൂന ഫിൽ ഇൽമിൽ അടിയുറച്ചവരെ കുറിച്ചുള്ള വിവരണമാണിത്. അപ്പോൾ ഇതിനെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹക്കി ബറൂസ് റളിയല്ലാഹു അൻഹു തൻ്റെ റൂഹുൽ ബയാനിൽ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് നോക്കിയിരുന്നൊരു ഹദീസ് തന്നെ ഇവിടെ മറ്റൊരു രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതിനൊന്ന് വിശദീകരിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഒഫി ഹദീസിൽ വന്നിട്ടുണ്ട്, മൻ ഹഫള മിൻകും അലാ സ്വലാത്തിൽ ഹംസ്, നിങ്ങളിൽ ആരെങ്കിലും 5 വക്ത് നിസ്കാരം കൊണ്ട് നടന്നാൽ, അതിനെ സൂക്ഷിച്ചാൽ, ഹൈസു കാന വഅൈനമാ കാന, നിങ്ങൾ എവിടെയാണെങ്കിലും എന്ത് സാഹചര്യത്തിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾ 5 വക്ത് നിസ്കരിക്കുന്നത് കൊണ്ട് നടന്നാൽ, ജാസ സിറാത്ത യൗമുൽ ഖിയാമ, നിങ്ങൾ ഖിയാമത്ത് നാളിൽ സിറാത്ത് പാലത്തിൻ്റെ മുകളിൽ കൂടെ കടന്നു പോവും. കൽബറക്കില്ലാമ്യ, മിന്നൽ വേഗത്തിൽ. ഫി അവലി സുംറത്തിൽ സാബിക്കീങ്ങളായ മുൻകടന്നവരായ ആളുകളുടെ, സാബിക്കീൻ എന്ന് പറഞ്ഞാൽ ആ വഴിയിൽ ഏറ്റവും മുൻകടന്ന ആളുകളുടെ കൂടെ നിങ്ങൾ ചേർക്കപ്പെടും. വജാ യൗമുൽ ഖിയാമത്ത് നാൾ നിങ്ങൾ വരും. വജുഹുഹു കൽ ഖമരി ലൈലൽ ബദർ, തിളങ്ങുന്ന പൂർണ്ണചന്ദ്രൻ്റെ തിളക്കം ഉള്ള മുഖത്തോടു കൂടി നിങ്ങൾ ഖിയാമത്ത് നാൾ വരും. വകാന ലഹു, അങ്ങനെ ഉള്ള ആൾക്ക് ഉണ്ട്, കുല്ലു യൗമിൻ വലൈലത്തിൻ, ഓരോ ദിവസവും രാത്രിയും, ഹഫദ അലൈഹിന്ന അജുറു ഷഹീദിൻ, ഈ 5 വക്ത് നിസ്കാരത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് എല്ലാ ദിനരാത്രികളിലും ഷഹീദിൻ്റെ പ്രതിഫലം നൽകപ്പെടും. വസിറു ഹാദൽ ഹദീസ്, ഇനി ഈ ഹദീസ് കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയതാണ്. എന്നാൽ ഈ ഹദീസിൻ്റെ ഒരു വിവരണമാണ് ഇതിൽ തരുന്നത്. ഇതിൻ്റെ ഒരു രഹസ്യത്തിലേക്കാണ് ഇതിനെ വിരൽ ചൂണ്ടുന്നത്. വസിറു ഹാദൽ ഹദീസ്, ഈ ഹദീസിൻ്റെ രഹസ്യം, മഫ്ഹൂമുൻ ഫി ലഫ്ദി സ്വലാത്ത്, ഈ സ്വലാത്ത് എന്ന വാചകത്തിനെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നിസ്കാരം എന്ന് പറയുന്നതിന് അറബിയിൽ സ്വലാത്ത് എന്നാണല്ലോ പറയുക. ആ സ്വലാത്ത് എന്നത് മനസ്സിലാക്കിയാൽ, അതിൻ്റെ വാക്കിനെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം മനസ്സിലാവും. വവജഹി തസ്മിയതിഹ ബിഹ, എങ്ങനെയാണ് അതിൻ്റെ പേര് നൽകിയപ്പെട്ടത് എന്നുള്ളത്. ലിഅന്ന ഇസ്തിഖാഖഹ മിനസ്വലാ, സ്വലാ എന്ന വാക്കിൽ നിന്നാണ് സ്വലാത്ത്, നിസ്കാരം എന്ന വാക്ക് വന്നിട്ടുള്ളത്. വഹുവന്നാർ, എന്നാൽ സ്വലാ എന്ന് പറഞ്ഞാൽ അത് തീയാണ്. അപ്പോൾ തീ എന്നർത്ഥം വരുന്ന സ്വലാ എന്ന വാക്കിൽ നിന്നാണ് സ്വലാത്ത് എന്നുള്ള വാക്ക് വന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. എന്താ? വൽ ഹഷബത്തുൽ മുഅവജ്ജ, ഒരു വളഞ്ഞ ഒരു വളവുള്ള മരക്കഷ്ണം,
ഇതാ അറാദു തഖവീമഹ, അത് നിങ്ങൾക്ക് നേരെയാക്കണമെന്നുണ്ടെങ്കിൽ യുറിദൂനഹ അലന്ന, അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, തീയിൻ്റെ മുകളിൽ ചൂട് കൊള്ളിച്ചാൽ മതി, അങ്ങനെയാണ് അത് നേരെയാവും. ഫതതകവ്വം, അത് അങ്ങനെ നേരെ ആക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരു മരക്കഷ്ണം, വളവുള്ള മരക്കഷ്ണമാണെങ്കിൽ അത് നിങ്ങൾ തീയിൻ്റെ മുകളിൽ കാണിച്ച് ചൂട് പിടിപ്പിച്ചാൽ അതിൻ്റെ ആ വളവ് നേരെയാവും. വഫി അബ്ദി വിജാജുൻ, അതുപോലെ തന്നെ അടിമക്കും ഉണ്ട് ഇങ്ങനത്തെ വളവുകൾ. ലിവുജൂദി നഫ്സിഹിൽ അമ്മാറത്ത ഫീ, എന്തുകൊണ്ടാണ് അടിമക്ക് വളവുകൾ വരുന്നത്? അവൻ്റെ ഉള്ളിൽ അമ്മാറത്തിൻ്റെ നഫ്സ് ഉള്ളതുകൊണ്ടാണ്. അതായത് തെറ്റിലേക്ക് അവനെ പ്രേരിപ്പിക്കുന്ന നഫ്സ് അവൻ്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ടാണ് അവന് വളവുള്ളത്. സുബ്ഹാത്തു വജ്ഹുല്ലാഹുൽ കരീം, എന്നാൽ അള്ളാഹുവിൻ്റെ തേജസ്സുറ്റ മുഖം എന്ന് പറയുന്നത് ഹാറത്തുൻ, അതിങ്ങനെ കത്തുന്നതാണ്, ചൂടുള്ളതാണ്. ബിഹൈസു ലൗ കശഫ ഹിജാബഹ, എത്രത്തോളം എന്നാൽ അതിൻ്റെ മറ എങ്ങാൻ അള്ളാഹു നീക്കിക്കളഞ്ഞാൽ, അഹറഖത്ത് തിൽക സുബ്ഹാത്തു മൻ അദ്റഖതുഹു വമൻ ഇൻതഹ ഇലാ ബശർ, അതിലേക്ക് നോക്കുന്ന അതിലേക്ക് എത്തിപ്പെടുന്ന എല്ലാത്തിനെയും അത് കത്തിച്ചു കളയും. കമാ വറദ ഫി ഹദീസ്, ഹദീസിൽ വന്നതുപോലെ. അള്ളാഹുവിൻ്റെ വജിഹിലേക്ക്, വജിഹിനെ സ്പർശിക്കുന്ന വജിഹിൻ്റെ മറ എങ്ങാനും അള്ളാഹു നീക്കിയാൽ അതിലേക്ക് എത്തുന്ന എല്ലാത്തിനെയും അത് കത്തിച്ചു കളയും. അപ്പം അത്രയും ചൂട് ആ വജിഹിനുണ്ട്. ഫബി ദുഹൂലി മുസല്ലി ഫിസ്വല, അതുകൊണ്ട് തന്നെ ഒരു നിസ്കരിക്കുന്ന വ്യക്തി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ യസ്തഖ്ബിലു തിൽക സുബ്ഹാത്ത്, അവൻ ഈ അള്ളാഹുവിൻ്റെ വജിഹിൻ്റെ ഈ തേജസ്സിനെയാണ്, ഈ ഒരു ചൂടിനെയാണ് അവൻ അഭിമുഖീകരിക്കുന്നത്. ഫയുസീബു മുസല്ലി, അങ്ങനെ ആ നിസ്കരിക്കുന്ന മനുഷ്യനെ അത് തൊടും. മിൻ വഹജി സ്വതവത്ത് ഇലാഹിയായ ജലാലിൻ്റെ ചൂട് അവനെ തൊടും, നിസ്കരിക്കുന്ന വ്യക്തിനെ. വൽ അളമത്തുൽ കബിരിയ, അവൻ്റെ വലുപ്പത്തരത്തിൻ്റെ ചൂട് അവനെ തൊടും. മാ യജൂലു ബിഹി വിജാജുഹു, അങ്ങനെ അത് തൊടുന്നത് കൊണ്ട് അവനിൽ പിന്നെ ഒരു വളവും അവശേഷിക്കൂല. അപ്പോൾ മനുഷ്യന് സ്വാഭാവികമായി അവൻ്റെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന നഫ്സ് അവൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അവനൊരു വളവുണ്ടാവും. എന്നാൽ അവൻ നിസ്കാരത്തിലേക്ക് മുന്നിട്ട് നിന്നാൽ അള്ളാഹുവിൻ്റെ വജഹിൻ്റെ ചൂട് അവനെ ചൂട് പിടിപ്പിക്കും. അവൻ്റെ തിരിച്ചൽ അള്ളാഹുവിൻ്റെ വജഹിലേക്കായി മാറിയാൽ, നമ്മൾ ഈ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നിസ്കരിക്കേണ്ടതെന്നൊക്കെ റായിസിൽ വിശദീകരിച്ച് നമ്മൾ ചർച്ച ചെയ്താണ്. അപ്പോൾ ആ രൂപത്തിൽ, അവിടെ പറയപ്പെട്ട രൂപത്തിലൊക്കെ നമ്മൾ നിസ്കാരമായാൽ നമ്മളെന്ത് ചെയ്യാണ്, നമ്മളുടെ മുഖത്തെ അള്ളാഹുവിൻ്റെ വജിഹിലേക്ക് തിരിച്ചു വെക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വജിഹിൻ്റെ ചൂട് നമ്മൾ ചൂട് പിടിപ്പിക്കും. ആ ചൂട് കാരണം നമ്മളെ നഫ്സിൻ്റെ വക്രതകളൊക്കെ മാറി നേരെയാവുന്നൊരവസ്ഥയായി തീരും. അങ്ങനെ നമ്മുടെ വക്രതകളൊക്കെ അപ്രത്യക്ഷമാവും. ബൽ യതഹഖഖു ബിഹി മിഅറാജു, അങ്ങനെ നമുക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്കുള്ള മിറാജ് നടന്നതുപോലെ ആയിത്തീരും. ഒന്നാമത്തേത്, നമ്മൾ നിസ്കാരത്തെ, പരിശുദ്ധമായ ശരീഅത്ത് എങ്ങനെയാണോ നമ്മൾ നിസ്കരിക്കാൻ പറഞ്ഞത്, സല്ലു കമാർ ഐത്തുമൂനി സല്ലു എന്ന ശ്വാസങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ എങ്ങനെയാണോ നിങ്ങൾ നിസ്കരിക്കുന്നത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക, എങ്ങനെയാണോ എന്നെ നിങ്ങൾ നിസ്കരിക്കുന്നതായി കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. അങ്ങനെ നമ്മൾ നിസ്കരിച്ചാൽ, അതുപോലെ തന്നെ നമ്മളെ ആ നിസ്കാരത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള സാന്നിധ്യമാണ്, അല്ലല്ലാത്ത എല്ലാ ചിന്തകളെയും മുറിയുന്ന സാന്നിധ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ കഴിവിൻ്റെ പരമാവധി നമ്മൾ അതിലേക്ക് തിരിഞ്ഞു നിന്നാൽ അള്ളാഹുവിൻ്റെ ചൂട് നമ്മളെ ചൂട് പിടിപ്പിക്കുകയും അത് കാരണമായി നമ്മുടെ വക്രതകളൊക്കെ നീങ്ങുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നിസ്കാരം അത് എല്ലാ മോശത്തരങ്ങളും എല്ലാ തെറ്റുകളും എല്ലാ കുറവുകളും ഒക്കെ നമ്മൾ നീക്കിക്കളയുന്ന, പൊറുപ്പിക്കുന്ന ഒരു അമലാണ്. നിസ്കരിക്കുന്ന ആൾക്ക് പിന്നെ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്താൽ മതി, യഥാർത്ഥത്തിൽ നിസ്കാരമായി ആയാൽ മതി.
അതേസമയം നമ്മളെ നഫ്സ് വഞ്ചിക്കും. എന്നിട്ട് നമ്മൾ റുക്കുവിന് വേണ്ട ഹദ്ദ് കൊടുക്കില്ല, സുജൂദിന് വേണ്ട രൂപം കൊടുക്കില്ല. അതുപോലെ തന്നെ നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിന്നാൽ നമ്മൾ അള്ളാഹിലേക്ക് തിരിയുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല. നിസ്കാരത്തിന് അതിൻ്റെ സമയങ്ങൾ, യഥാർത്ഥമായ അതിന് സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മളത് നിസ്കരിക്കില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ എന്തായാലും നിസ്കരിക്കുന്നുണ്ടാവുകയും ചെയ്യും. നിസ്കാരത്തിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടാതെ പോവുകയും ചെയ്യും. അതേസമയം ഏതായാലും നമ്മൾ നിസ്കരിക്കല്ലേ, അത് നമ്മൾ 5 വക്ത് നിസ്കരിക്കുക ഇതിൻ്റേതായ സമയത്ത്, പറ്റുമെങ്കിൽ അതിൻ്റെ അവ്വൽ വക്തിൽ. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രൂപത്തിൽ അതിൻ്റെ ശരീഅത്തും ത്വരീഖത്തും ഒക്കെ പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള ചിട്ടകളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിച്ചാൽ അത് മാത്രം മതി നമ്മളെ വക്രതകളൊക്കെ മാറിപ്പോവാൻ, നഫ്സിൻ്റെ ശർറിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടാൻ നിസ്കാരം മാത്രം മതി. ഇതുപോലെ തന്നെയാണ് നമ്മൾ ത്വരീഖത്തിൻ്റെ ഔറാദുകളും. നമ്മൾ ആത്മീയമായി യാത്ര ചെയ്യാൻ ഒരാൾക്ക് ഔറാദുകൾ മാത്രം മതി. പക്ഷെ നമ്മളതിനെ വേണ്ട രൂപത്തിൽ പരിഗണിക്കൂല. അതിന് വേണ്ട ഒരു പരിഗണനയോ മഹത്വമോ നമ്മൾ കൽപ്പിക്കൂല. അതിനോട് പാലിക്കേണ്ട അദബുകളും ചിട്ടകളും നമ്മൾ കൊണ്ടടക്കൂല. ഹൃദയത്തിൽ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധ നമുക്ക് ഉണ്ടാവില്ല. ഇതുകൊണ്ടൊക്കെയാണ് നമ്മളതിൽ പരാജയപ്പെടുന്നത്. ശൈഖ് അവർകൾ പറയാണ്, ഫൽ മുസല്ലി കൽ മുസ്തലി ബിന്നാർ, നിസ്കരിക്കുന്നവൻ തീ കായുന്നവനെ പോലെയാണ്. ഒമനിസ്തല ബിഹ സാല ബിഹ വിജാജു, അപ്പോൾ വക്രതകളൊക്കെ ഉള്ളതിന് തീ കാട്ടിയാൽ അതിൻ്റെ വക്രതകളൊക്കെ പോകുന്നത് പോലെ നമ്മൾ തീ കാഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള വക്രതകളൊക്കെ പോകും. ഫലായ അറുദു അല നാരി ജഹന്നം, അതുകൊണ്ട് തന്നെ പിന്നീട് നരകത്തിൻ്റെ ചൂട് നമ്മൾ കൊള്ളിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഈ ചൂട് കൊണ്ട് നമ്മൾ വക്രതകളൊക്കെ നീങ്ങിയാൽ പിന്നെ നരകത്തിൻ്റെ ചൂട് നമുക്ക് കൊള്ളേണ്ടതായി വരില്ല. ഇല്ലാ തഹില്ലത്തുൽ ഖസം. പക്ഷേ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരെയും അള്ളാഹു ആ നരകത്തിൻ്റെ മുമ്പ് കൊണ്ട് നിർത്തുന്നു പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു അള്ളാഹുവിൻ്റെ തീരുമാനം നടക്കും. അബിദാലിക മിഖ്ദാറു മിനൽ മുറൂരി യദ്ഹബു അസറുദൂനി, അതുകൊണ്ട് അവിടെ നമ്മൾ സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ നരകത്തിനെ കാണും. ആ സമയത്ത് ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും വക്രതകൾ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ആ ചൂട് ആ വക്രതകളും ഇല്ലാണ്ടാക്കും. വലായ ബുക്കാലഹു എഹ്തിയാജുൻ ഇലാ മൊക്കസി അല സിറാത്ത്, അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് അവിടെ ഇങ്ങനെ സിറാത്ത് പാലത്ത് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഫയമുറു കൽ ബറക്കല്ലാമി, അപ്പം നമ്മൾ ഇടിമിന്നലിൻ്റെ വേഗത്തിൽ നമ്മൾ യാത്ര ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹദീസിൽ അവർ മിന്നൽ വേഗത്തിൽ യാത്ര ചെയ്യുമെന്ന് പറയാൻ കാരണം, നിസ്കരിക്കുന്നവർ മിന്നൽ വേഗത്തിൽ യാത്ര ചെയ്യുമെന്ന് പറയാൻ കാരണം എന്താണ്? അവരുടെ നിസ്കാരത്തിൻ്റെ ചൂട് അവരുടെ വക്രതകളൊക്കെ നീക്കം ചെയ്ത് കളയും, നഫ്സൊക്കെ ഇല്ലാണ്ടാവും. അങ്ങനെ എല്ലാം നീക്കം ചെയ്ത അവസ്ഥയിലായിരിക്കും ഒരു സിറാത്ത് പാലത്തിൻ്റെ അടുത്ത് ഉണ്ടാവുക. ഇനി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ട്, ആ നൃത്തത്തിലുള്ള ചൂട്, അവൻ അനുഭവിക്കുന്ന ചൂടുണ്ടല്ലോ, അത് മതിയാവും ബാക്കിയുള്ളതും കൂടി ഒഴിവാക്കാൻ. പിന്നെ നമ്മൾ ഒരു നഫ്സും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും. പിന്നെ അവിടെ കാത്തിക്കേണ്ട ആവശ്യമില്ല, നേരെ പറന്ന് സിറാത്ത് പാലം കടന്നു പോവാം. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫി ഹജ്ജത്തുൽ വദാഇൻ്റെ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്ന ഔലിയാ അല്ലാഹി മുസല്ലൂൻ, തീർച്ചയായും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവർ നിസ്കരിക്കുന്നവരാണ്. നമ്മൾ ഇന്നൊക്കെ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞ ആൾക്കാർ ആദ്യം പരിപാടി ചെയ്യൽ നിസ്കാരം ഒഴിവാക്കുന്നവരായിരിക്കും. അങ്ങനെയല്ല, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ നിസ്കരിക്കുന്നവരായിരിക്കും. ഒമൻ യുഖിമു സ്വലാത്തുൽ ഹംസ്, ആരെങ്കിലും 5 വക്ത് നിസ്കാരം പതിവാക്കിയാൽ, അല്ലദീ കതബഹുന്നല്ലാഹു അലൈഹി, അള്ളാഹു അവന് നിജപ്പെടുത്തി കൊടുത്ത 5 വക്ത് നിസ്കാരം, നിർബന്ധമാക്കിയ 5 വക്ത് നിസ്കാരം അവൻ നിർവഹിച്ചാൽ, യസൂമു റമദാന, എന്നിട്ട് നോമ്പ് നോക്കുകയും ചെയ്താൽ, യഹ്തസിബു സൗമഹു, അവൻ്റെ നോമ്പിന് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നോമ്പ് നോക്കുകയും ചെയ്താൽ, യൂത്തി സക്കാത്ത്, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ, മുഹ്തസിബൻ, അതിനെക്കൊണ്ട് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും, തയ്യിബത്തൻ ബിഹാൻ നഫ്സുഹു, അവൻ്റെ നഫ്സിന് അതിനോട് ഒരു വെറുപ്പില്ലാതെ നല്ല സന്തോഷത്തിലായി കൊടുക്കുന്ന അവസ്ഥയിലുമായിട്ട് അവൻ കൊടുത്താൽ, ഐജിത്തനിബു കബായിർ അല്ലദീ നഹല്ലാഹു അൻഹ,
അതുപോലെ തന്നെ പിന്നെ അള്ളാഹു വിലക്കിയ വൻ തെറ്റുകൾ അവൻ മാറി നിന്നാൽ, അത് ചെയ്യാതിരുന്നാൽ. അപ്പോൾ കാൽ റജുലുൻ മിന സ്വാബി, അപ്പോൾ ആ സഹാബാക്കളിൽ നിന്നുള്ള ഒരു മനുഷ്യൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, കമിൽ കബായിർ, എത്ര വൻതെറ്റുകളുണ്ട്? കാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 9 വൻതെറ്റുകളുണ്ട്. അഅ്ലമുഹുന്ന ഇശ്റാഖു ബില്ലാഹ്, അതിൽ ഏറ്റവും വലിയ വൻതെറ്റ് അള്ളാഹുവിൻ്റെ കൂടെ പങ്കു ചേർക്കലാണ്. ഷിർക്കാണ് ഏറ്റവും വലിയ തെറ്റ്. പിന്നെയോ ഖത്ലുൽ മുഅ്മിനി ബിഗൈരി ഹഖ്, ഒരു മുഅ്മിനെ അനാവശ്യമായ കൊലപ്പെടുത്തലാണ്. അപ്പോൾ ആവശ്യമായ കൊലപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിക്കുക. അങ്ങനെയല്ല, ചിലപ്പം ഒരു രാജാവിന് ഒരു മനുഷ്യന് എന്തോ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ കൊലപാതകം നടപ്പിലാക്കേണ്ടി വരും. അതുപോലത്താണ് ഹക്ക് ആയതെന്ന് പറഞ്ഞത്. അല്ലാതെ നമുക്ക് ന്യായമായ ഒരാളെ കൊല്ലാൻ പറ്റുന്നല്ല. ഒരു മുഅ്മിനെ കൊല ചെയ്യലാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് വൽ ഫിറാറു മിനസ് സഹഫി, യുദ്ധത്തിൻ്റെ സമയത്ത് ഓടിപ്പോകലാണ്. ജിഹാദിനൊക്കെ പോകുമ്പോൾ ഓടിപ്പോകല, അതിൽ പങ്കെടുക്കാതെ ഓടിപ്പോകലാണ്. നാലാമത്തത് വഖദഫുൽ മുഹ്സന, അത് ഒരു ചാരിത്രമുള്ള ഒരു സ്ത്രീനെക്കുറിച്ച് അപവാദം പരത്തലാണ്. അതായത് നമുക്ക് തെളിവില്ലാതെ അവരെക്കുറിച്ച് അവരിങ്ങനത്തെ സ്ത്രീയാണ്, അവർ വ്യഭിചാരം ചെയ്തു എന്നൊക്കെ പറയലാണ്. അത് വലിയ തെറ്റാണ്. പലപ്പോഴും നമ്മളിന്നൊക്കെ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, കുടുംബത്തിൽ ഭയങ്കര പ്രശ്നം. എന്താണെന്ന് വെച്ചപ്പം അവരവിടെ അവരുടെ കുടുംബത്തിലുള്ളൊരു പെണ്ണുങ്ങളെ ഭർത്താവ് ഈ കുറേ ദിയാർത്തൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാളാണ്. അങ്ങനെ ഏതോ ഒരു ചികിത്സക്കാരനായ ഒരു ഉസ്താദ്, വലിയ മസ്താന എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയപ്പോൾ ആ ഉസ്താദ് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മോശം പ്രവർത്തികളൊക്കെ ചെയ്യുന്ന ആളാണ്, ഇന്ന ആളെ കൂടെ മോശം പ്രവർത്തിയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞതാണ്. അത് കേട്ട് മൂപ്പര് ഇവിടെ വന്നിട്ട് ആ ഭാര്യനെ കുറിച്ച് മോശം പറയാൻ തുടങ്ങി. ഇതൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ സ്ഥിരമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും ഇതൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് നമ്മളെ ഭാര്യനെ പറ്റി അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനെ പറ്റി നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട തെളിവ് നമ്മുടെ അടുത്ത് ഉണ്ടാവണം. എന്നാൽ തന്നെ ആൾക്കാരെ മുമ്പിൽ വെച്ച് മോശമാക്കുന്ന രൂപത്തിലൊന്നും പറയുകയും ചെയ്യരുത്. ഇവിടെ വഖദഫുൽ മുഹ്സന, ചാരിത്രമുള്ള ഒരു പെണ്ണിനെക്കുറിച്ച് മോശം പറയൽ. അപ്പോൾ ആണിനെക്കുറിച്ച് മോശം പറയാൻ പറ്റുമോ? ആണിനെക്കുറിച്ച് എന്തായാലും പറയാൻ പാടില്ല. പെണ്ണിന് അത് കുറച്ചും കൂടി ബാധകമെന്ന് മാത്രം. സിഹർ, പിന്നെ സിഹർ ചെയ്യാം. വാക്കുലു റിബ, പലിശ ഭക്ഷിക്കുക. നമ്മളിങ്ങനെ കുറച്ച് പൈസ ആക്കുക, പൈസ അങ്ങനെ പലിശക്ക് കൊടുക്കുക, എന്നിട്ട് ആ പലിശ കൊണ്ട് മാത്രം ജീവിക്കുക. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇടയിൽ. ഇപ്പോൾ വാക്കുലു മാൽ യതീമക്കളെ സമ്പത്ത് തിന്നുക. യതീമക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പലരും ആൾക്കാർ പൈസ കൊടുക്കാൻ തയ്യാറാവും. ഇപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ഇത് വളരെ വ്യാപകമാണ്. നമുക്ക് ഒരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ നമുക്ക് ടാക്സ് കൊടുക്കണ്ട, വരുന്ന വരുമാനത്തിനും ടാക്സ് കൊടുക്കണ്ട. അതുപോലെ തന്നെ ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. പല ആൾക്കാരും അതിലൂടെ പൈസ ഇടും. പലതും ബ്ലാക്ക് മണിയൊക്കെ വൈറ്റാക്കാൻ അത് ഉപകാരപ്രദമാവും. അങ്ങനെയൊക്കെയുള്ള നടക്കുന്ന പരിപാടികളും പലതും ഉണ്ട്. എന്നിട്ട് അതിൻ്റെ മറവിൽ യതീമക്കളെ ഈ ഒരു സ്ഥാപനത്തിൻ്റെയും പേരിൻ്റെയും മറവിൽ ആ പൈസ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ജീവിക്കാം. ഒരിക്കലും നമ്മളിനി പട്ടിണി എടുക്കുകയാണെങ്കിലും അത് നമ്മൾ ചെയ്തു പോകരുത്. കാരണം അത് വൻ തെറ്റുകളിൽ പെട്ടതാണ്. വാക്കലു മാലിൽ യതീമക്കളെ ഭക്ഷണം തിന്നൽ, അവരുടെ സമ്പത്ത് തിന്നൽ. അതുപോലെ തന്നെയാണ് നമ്മൾ ചിലപ്പോൾ നമ്മളെ സഹോദരനുണ്ടാവും, ആ സഹോദരന് മരിച്ചു പോയിണ്ടാവും, അവരുടെ മക്കളെ, അപ്പോൾ അവരുടെ സ്വത്തൊക്കെ ചിലപ്പോൾ നമ്മൾ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുണ്ടാവും നോക്കാനൊക്കെ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അവരുടെ ഓഹരി കൊടുക്കാതെ അവരോട് അനീതി കാണിച്ചുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കൽ, അതൊക്കെ വളരെ ഗുരുതരമായ തെറ്റാണ്. ഹുഖൂഖുൽ വാലിദൈനി മുസ്ലിമൈൻ, മുസ്ലിമായ മാതാപിതാക്കളോട് വേണ്ട അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കൊടുക്കാതിരിക്കൽ, അവരോട് മര്യാദകേട് പ്രവർത്തിക്കൽ. എത്ര മോശപ്പെട്ട വാപ്പയുമ്മയാണെങ്കിലും അവരെത്ര നമ്മളെ ചീത്ത പറഞ്ഞാലും അവർ നമ്മളെത്ര ക്രൂരത കാണിച്ചാലും വാപ്പനോടും ഉമ്മനോടും ഉള്ള അവകാശങ്ങൾ, അവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ നിന്ന് നമ്മൾ ഒഴിവല്ല.
അവരോട് നമ്മൾ ബാധ്യതകൾ നിർവഹിക്കുക തന്നെ ചെയ്യണം. അത് ചെയ്യാതിരിക്കൽ വൻതെറ്റുകൾ പെട്ടതാണ്, ചെറിയ തെറ്റില്ല. നമ്മൾ പിന്നെ എത്ര തഹജ്ജുദ് കഴിച്ചിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. വസ്തിഹ്ലാലുൽ ബൈത്തിൽ അതീഖൽ ഹറാം, അതുപോലെ തന്നെ നമ്മളെ പരിശുദ്ധമായ കഅബൻ്റെ പരിശുദ്ധിനെ കളങ്കം വരുത്തൽ. ഖിബ്ലത്തുക്കും അഹ്യാ വഅംവാത്ത്, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിലും ഒക്കെ നിങ്ങളെ ഖിബിലയായിട്ടുള്ള കഅബൻ്റെ പരിശുദ്ധിനെ പവിത്രതനെ ഭംഗം വരുത്തൽ, ഇതൊക്കെ വലിയ തെറ്റുകളാണ്. ലാ യമൂത്ത് റജുലും ലം യഅഫൽ ഹൗലായിൽ കബായിർ, ഒരു മനുഷ്യൻ മരിച്ചു എന്നാൽ അവൻ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്തില്ല. അതായത് അവൻ ശിർക്ക് വെച്ചില്ല, മുഅ്മിനെ കൊന്നിട്ടില്ല, അതുപോലെ തന്നെ യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോയിട്ടില്ല, വേറൊരാളെക്കുറിച്ച് പ്രത്യേകിച്ചും സ്ത്രീകളെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തിയിട്ടില്ല. അപവാദം എന്ന് പറഞ്ഞാൽ അവരുടെ ചാരിത്രവുമായി ബന്ധപ്പെട്ട അപവാദം പറഞ്ഞു വരുത്തിയിട്ടില്ല. സിഹർ ചെയ്തിട്ടില്ല. ഇന്നിപ്പം വ്യാപകമാണ് സിഹർ. നമുക്ക് എങ്ങനെയെങ്കിലും കാര്യം നടന്നു കിട്ടണം, അതിന് തൗബ ചെയ്താൽ മതിയില്ലേ എന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ പുറത്ത് പോയിട്ട് അവിടെ എന്തെങ്കിലും 10 റുപ്യ 20 റുപ്യ കൊടുത്താൽ ഓരോന്തെങ്കിലും ചെയ്തു തരും. നമുക്ക് താൽക്കാലികമായൊരു സുഖം കിട്ടും, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്. ഇതൊക്കെ വൻ തെറ്റിൽ പെട്ടതാണ്. നമ്മളിനി കുറേ മുസാഫിൻ്റെ നടുങ്കശനായിട്ടും ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല സിഹറൊക്കെ ചെയ്താൽ. ഇതൊക്കെ നമ്മൾ ചെയ്യാതിരുന്നാൽ എന്നിട്ട് യുഖീമു സലാത്ത്, പിന്നെ നിസ്കാരം നിലനിർത്തുകയും ചെയ്താൽ, വ്യോതി സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ, ഇല്ലാ റാഫക മുഹമ്മദിൻ, അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ വിശ്വാസങ്ങളുടെ ചങ്ങാതിയായി അള്ളാഹു ഒരുമിച്ച് കൂട്ടാതിരിക്കൂല. ഫീ ബുഹ്ബൂഹത്തിൽ ജന്ന, സ്വർഗത്തിൻ്റെ നടുവിൽ, അബ്വാബുഹ മസാരി ഉൽ ദഹബ്, അതിൻ്റെ വാതിലുകൾ എങ്ങനെയുള്ള വാതിലുകളാണ്? വാതിലുകളുടെ ഐകൾ സ്വർണം കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ്. അങ്ങനത്തെ വാതിലുകളുള്ള സ്വർഗത്തിൻ്റെ നടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവനെ ഒരുമിച്ച് കൂടപ്പെടാതിരിക്കില്ല. വഅലം, നിങ്ങൾ അറിയണം, അന്ന റാസിഹീന ഫിൽ ഇൽമിൽ അടിയുറച്ചവർ, അതായത് അവരുടെ ഒരു കാല് ഇൽമായിരിക്കും, ഒരു കാല് അമലായിരിക്കും. വെറും ഇൽമും വെറും അമലും അങ്ങനെയല്ല, 2 കാലും. ഇപ്പോൾ ഒറ്റക്കാലിനായാൽ പ്രശ്നമാണല്ലോ, ഒറ്റക്കണ്ണനാവുന്നത് പ്രശ്നമാവുന്നത് പോലെ തന്നെ ഒറ്റക്കാലിനായാലും പ്രശ്നം. ഒറ്റക്കണ്ണനെ പറ്റി പറയാറുണ്ടല്ലോ, ഒരു ശരീഅത്ത് മാത്രം അല്ലെങ്കിൽ ഹക്കീക്കത്ത് മാത്രം എന്ന് പറയുന്ന പോലെ 2 കാലിൽ അടിയുറച്ച് നിൽക്കണം. ഒന്ന് അമല് മാത്രം, ഇൽമൊന്നുമില്ല, ഇൽമിൽ പരിശ്രമമൊന്നുമില്ല, അമല് മാത്രം, അങ്ങനെ പറ്റൂല. ഇൽമിൽ മാത്രം അങ്ങനെയും പറ്റൂല. ഇത് രണ്ടിലും അടിയുറച്ച് നിൽക്കണം. അപ്പോൾ റാസിഖൂന ഫിൽ ഇൽമ് എന്ന് പറഞ്ഞാൽ രണ്ടിലും, ഇൽമിലും അമലും 2 കാലിലും അടിയുറച്ച് നിൽക്കുന്നവരാണ്. അവർ ഒരേ സമയം അമലിൽ പരിശ്രമിക്കും, അതേസമയം ഇൽമിലും പരിശ്രമിക്കും. എനിക്ക് ഇൽമൊന്നും വേണ്ട അമല് മതി എന്നല്ല അവർ പറയാം. അമലൊന്നും വേണ്ട എനിക്ക് ഇൽമു മതി അങ്ങനെയും അവർ പറയൂല. അവർ രണ്ടിലും പരിശ്രമിക്കുന്നവരാണ്. ഇലാ അൻ ബലഉ മാദിനൽ ഉലൂം, എത്രത്തോളം അവർ എത്തിച്ചേരും എന്ന് പറഞ്ഞാൽ അവരങ്ങനെ പരിശ്രമിച്ച് ആ 2 ഇൽമില് അമലും ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ ഉണ്ടല്ലോ. ഒരു സമയത്ത് ഇൽമിൻ്റെ കാല് വെച്ചിട്ട് ആയിരിക്കും നമ്മൾ അമലിലേക്ക് മുന്നോട്ട് പോവുക. അതായത് കാല് വെക്കുന്നത് അങ്ങനെയാണല്ലോ, 2 കാല് വെക്കൽ എങ്ങനെ, നമ്മൾ ഒരു കാല് വെച്ച് അതുകൊണ്ട് ഇങ്ങനെ നടക്കുക, ഒരു കാലിങ്ങനെ വെച്ച് അതെടുത്ത് അടുത്ത കാല് വെച്ച് അതെടുത്ത് അടുത്ത കാല് വെച്ച്, അങ്ങനല്ലേ. അപ്പോൾ ഇൽമു കൊണ്ട് നമ്മൾ അമല് ചെയ്യും, അമല് കൊണ്ട് നമ്മൾ ഇൽമു തേടും, ഇൽമു കൊണ്ട് പിന്നെ അമല് ചെയ്യും. അങ്ങനെ ഇൽമു അമലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പോവാം. അങ്ങനെ പോയി അവസാനം നമ്മൾ എവിടെ എത്തിച്ചേരും? മാദിനൽ ഉലൂം, അറിവുകളുടെ ഒക്കെ സ്രോതസ്സിലേക്ക്, ആര്യമായ റബ്ബിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ എത്തിച്ചേരും. നമ്മളതിങ്ങനെ അങ്ങോട്ട് എത്തിക്കും. ഇത്തസലത്ത് ഉലൂമുഹും കസ്ബിയ്യത്തു ബി ഉലൂമിൽ അതാഇയ്യത്തുൽ ലദുന്നിയ. ആ ഒരു സമയത്ത് നമുക്കെന്താവാൻ പറ്റും? നമ്മൾ ഈ നേടിയെടുക്കുന്ന കസ്ബി എന്ന് പറഞ്ഞാൽ നമ്മളെ പരിശ്രമം കൊണ്ട് നേടിയെടുക്കുന്ന അറിവാണ്. അപ്പം നമ്മളിങ്ങനെ കേട്ട് പഠിച്ച് മനസ്സിലാക്കി അത് നേടിയെടുക്കുന്ന അറിവിനാണ് കസ്ബിയായ അറിവ് എന്ന് പറയാം. എന്നാൽ ലദുന്നിയായ അതായിയ അറിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് സമ്മാനമായി തരുന്നതാണ്. അപ്പം നമ്മളൊക്കെ അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നത് ലദുന്നിയായ ഇൽമാണ്. അള്ളാഹു നമ്മുടെ അടുത്ത് നിന്ന് ഒരു കാരണവും ഇല്ലാതെ വെറുതെ ഫ്രീ ആയിട്ട് അവൻ്റെ സമ്മാനമായ ഹൃദയത്തിലേക്ക് ഇങ്ങനെ നിറച്ചു തരണം നമ്മളെ ഇൽമിനെ, അറിവിനെ. സംഭവമൊക്കെ ശരിയാണ്. അതിലേക്ക് നമ്മൾ എത്തണം. എന്ത് വേണം? ഈ കസ്ബിയായ ഇൽമ് നമ്മൾ നേടണം, അതിൽ നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ ആ കസ്ബി എന്ന് പറഞ്ഞാൽ നമ്മളെ പരിശ്രമം കൊണ്ട് നേടിയെടുക്കുന്ന ഇൽമ്,
ആ പരിശ്രമം കൊണ്ട് നേടിയെടുക്കുന്ന ഇൽമും ആ ഇൽമിനനുസരിച്ചുള്ള അമലും പിന്നെ ഇൽമും ആ ഇൽമിനനുസരിച്ച് അമലും ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു പോയിന്റിൽ എത്തിച്ചേരും. അള്ളാഹു വെറുതെ ഇൽമു തരുന്ന രൂപത്തിൽ. കാരണം ഇവന് ആ ഇൽമിൽ പരിശ്രമിക്കുന്നുണ്ട് എന്ന് അള്ളാഹ്ക്ക് ബോധ്യം വന്നു. ഒരാൾക്ക് എപ്പോഴാണ് വെറുതെ ഒരു മനുഷ്യൻ കൊടുക്കുക? നമ്മളൊരാൾക്ക് വെറുതെ ഒരു കാര്യം കൊടുക്കുക എപ്പോഴാണ്? നമുക്കറിയാം പിന്നെ അവൻ നല്ല രൂപത്തിൽ അവൻ എന്ത് കൊടുത്താലും അവൻ അത് നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ബോധ്യം വരുമ്പോൾ നമ്മളൊരാൾക്ക് ഒരു 1000 രൂപ വെറുതെ കൊടുക്കുക എപ്പോഴാണ്? ആ 1000 രൂപ അവൻ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുള്ളൂ നമ്മൾ ഉറപ്പ് വരുമ്പോൾ. വെറുതെ ഇരിക്കുന്ന ആൾക്ക് നമ്മൾ 1000 രൂപ വെറുതെ കൊടുക്കുമോ? ഇല്ലല്ലോ. അതേപോലെ അള്ളാഹുൻ ഒരു മനുഷ്യനിലേക്ക് ലദുന്യ ഇൽമിനെ ചേർത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അധിക അവസ്ഥയിലും അവൻ എന്ത് ചെയ്യണം? അവൻ്റെ കസ്ബിയായ പരിശ്രമങ്ങളുടെ ഇൽമു തേടുന്ന പരിപാടി അവൻ ചെയ്യണം. അപ്പോൾ ഈ പരിശ്രമം കൊണ്ട് അവനിങ്ങനെ ഇൽമു തേടുമ്പോൾ, അതുകൊണ്ട് അമൽ ചെയ്യുമ്പോൾ അത് അവന് അതിന് പ്രാപ്തനാക്കോ. അവന് ഇപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്, ലദുന്യ ഇൽമിലേക്ക് എത്താൻ അവൻ ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എന്ന് അള്ളാഹ്ക്ക് മനസ്സിലാവും. അങ്ങനെ അള്ളാഹു അവന് അത്തായിയായ നേരിട്ടുള്ള ഇൽമു നൽകാൻ തയ്യാറാവും. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കൂട്ടിയ കസ്ബിയായന് ലദുന്യ ഇൽമു മാത്രമല്ല, എന്നാൽ നേടിയെടുക്കുന്ന ഇൽമു മാത്രമല്ല, പഠിച്ച് മനസ്സിലാക്കുന്ന ഇൽമും അള്ളാഹു നേരിട്ട് നൽകുന്ന ഇൽമും രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടിയവരാണ് യഥാർത്ഥത്തിൽ റാസിഖൂന ഫിൽ ഇൽം, ഇൽമിൽ അടിയുറച്ചവർ എന്ന് പറഞ്ഞാൽ രണ്ടിനെയും ഒരുമിച്ച് കൂട്ടിയവർ. ഫഫി ഹദീസിൽ വന്നിട്ടുണ്ട്, തലഅത്ത് ലൈലത്തുൽ മിഅ്റാജ് അലന്നാർ, തലഅത്ത് ലൈലത്തുൽ മിഅ്റാജ്, മിഅ്റാജിൻ്റെ രാത്രിയിൽ ഞാൻ നോക്കി, അലന്നാർ നരകത്തിലേക്ക് നോക്കി. ഫറഅയ്തു അക്സറ അഹ്ലിഹ അൽ ഫുഖറാ, ഞാൻ കണ്ടത് അക്സറ അഹ്ലിഹ, അതിൻ്റെ ആളുകളിൽ അധിക പേരും അൽ ഫുഖറാ, ദരിദ്രരായിട്ടാണ്. അപ്പോൾ നരകത്തിലേക്ക് ഞാൻ നോക്കി. നരകത്തിലേക്ക് നോക്കിയപ്പോൾ വിശ്വാസങ്ങൾ പറയാം, ആ നരകത്തിലേക്ക് നോക്കുമ്പോൾ അധിക പേരും അവിടെ ദരിദ്രരായ ആളുകളാണ്. നമ്മളൊക്കെ പഠിച്ചെന്താ? ദരിദ്രരായ ആൾക്കാരാണ് സ്വർഗത്തിൽ നേരെ പ്രവേശിക്കുക എന്നല്ലേ വിശ്വാസങ്ങൾ പറയുന്നത്. ഞാൻ നരകത്തിലേക്ക് നോക്കിയപ്പോൾ കൂടുതൽ അവിടെ കണ്ടത് ദരിദ്രരായ ആളുകളാണ്. അപ്പോൾ അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മിനൽ മാൽ, സമ്പത്ത് കൊണ്ട് ദരിദ്രരായ ആളുകളാണോ? നമുക്കൊക്കെ ചോദ്യം ഉണ്ടാവുന്നത് പോലെ സമ്പത്ത് കുറഞ്ഞ ആളുകളെക്കുറിച്ചാണോ അങ്ങ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, സമ്പത്ത് കുറഞ്ഞവരെ പറ്റിയല്ല, മിനൽ ഇൽം, അറിവ് കുറഞ്ഞവർ. നരകത്തിൽ അധികം ഉള്ളവർ അറിവ് കുറഞ്ഞവരാണ്, അറിവില്ലാത്തതുകൊണ്ട് അവർ നരകത്തിൽ പോയത് എന്ന് ഞാൻ കണ്ടു. അല്ലാതെ അറിവ് കൊണ്ട് ദരിദ്രരായവർ എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലാതെ സമ്പത്ത് കൊണ്ട് ദരിദ്രരായവർ എന്നല്ല. ഫീ ഹദീസ്, മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, അൽ ഇൽമു ഇമാമുൽ അമൽ, ഇൽമ് അറിവ് എന്ന് പറയുന്നത് ഇമാമുൽ അമൽ, അമലിൻ്റെ ഇമാമാണ്. ഒരു മനുഷ്യൻ അമൽ ചെയ്യാൻ ഒരുമിട്ടിറങ്ങിയാൽ അവൻ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അമല് അത് ഇൽമിൽ പരിശ്രമിക്കലാണ്. ഇത് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഇതിന് മറ്റൊരു വ്യാഖ്യാനം പറയുമ്പോൾ ഇൽമു ഇമാമുൽ അമൽ എന്ന് പറഞ്ഞാൽ ഇൽമുണ്ടായാലേ അമൽ അതിനെ പിന്തുടരുള്ളൂ. കാരണം അതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട്, വൽ അമലു താബിഉഹു, ഇൽമുണ്ടായാൽ ഇൽമിനെ പിന്തുടർന്ന അമൽ എപ്പോഴും ഉണ്ടാവും. ഇൽമില്ലെങ്കിലോ അമൽ അതിനെ പിന്തുടരൂല. ഇൽമെപ്പോഴും അമലിനെ പിന്തുടരുന്ന ആളാണ്. അമലാണ് ഇമാം, ഇൽമാണ് ഇമാം, അമല് മാമൂമാണ്. അപ്പോൾ ഇൽമുണ്ടായാലേ അമൽ പിന്തുടരൂ, ഇൽമില്ലെങ്കിൽ അമൽ പിന്തുടരൂല. ഇതേ വിഷയത്തിലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ കിതാബ് ചെയ്തു, തബ്സീറത്തുൽ അനാം എന്ന കിതാബ്. അതിൻ്റെ ഹെഡിങ് തന്നെ അൽ ഇൽമു അൽ ഇൽമു ഇമാമുൽ അമൽ എന്ന് പറയാനും, അമലുകളുടെ ഇമാമാണ് ഇൽമു എന്ന് പഠിപ്പിക്കാനാണ്. കാല ഹുജ്ജത്തുൽ ഇസ്ലാമായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ മിൻഹാജുൽ ആബിദീൻ എന്ന കിതാബിൽ പറയുന്നുണ്ട്, വലഖദ് സിർതു, തീർച്ചയായും നിങ്ങളായി തീർന്നിട്ടുണ്ട്, മിൻ ഉലമാ ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ഉമ്മത്തിൽ ഉലമാക്കളിൽ നിങ്ങളായിട്ടുണ്ട്. അറാസിഹൂന ഫിൽ ഇൽമി, ഇൽമിൽ അടിയുറച്ചവരായിട്ട്. ഇൻ അൻത അമിൽത ബി ഇൽമിക്, എപ്പോഴാണ് നിങ്ങൾ വിശ്വാസങ്ങൾ ഉമ്മത്തിൽ ഇൽമിൽ അടിയുറച്ചവരാവുന്നത്? ഇൻ അൻത അമിൽത ബി ഇൽമിക്, നിങ്ങൾ പഠിച്ചതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ.
ഫഅഖ്ബൽത അലാ ഇമാറത്തി മആദിക്, നിങ്ങൾ നിങ്ങളുടെ സമയം മൊത്തം നിങ്ങൾ ചെലവഴിക്കുന്നത് നിങ്ങളെ പരലോകത്തെ കെട്ടിപ്പടക്കാനാണെങ്കിൽ, വകുൻത അബ്ദൻ, അതുപോലെ നിങ്ങൾ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നതും ആയിത്തീരുന്നതും ഒരു അടിമയായിട്ടാണെങ്കിൽ, ആലിമൻ ആമിലൻ, അതുപോലെ തന്നെ നിങ്ങൾ അറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ, ലില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി, അലാ ബസീറത്തിൻ, നിങ്ങൾ വ്യക്തമായ ഉൾക്കാഴ്ചയോടുകൂടെ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ, ഐറ ജാഹിലിൻ, ഒരു ജാഹിലല്ലാത്ത രൂപത്തിൽ, വലാ മുഖല്ലദീൻ, അന്ധമായ ഒരാൾ പിന്തുടരാത്ത രൂപത്തിൽ, ഐറ ആഫിലിൻ, അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധരാവാത്ത രൂപത്തിൽ, ഫലക ഷറഫുൻ അദീം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഷർഫാണുള്ളത്, വലിയ മഹത്വമാണുള്ളത്. വലി ഇൽമിക്കൽ ഖീമത്തു കസീറത്തുൻ, കാരണം ഇൽമിന്, അറിവിന്, അറിവിൻ്റെ കീമത്ത്, അറിവിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. സവാബു ജസീലും, അതിൻ്റെ പ്രതിഫലം അതിബൃഹത്തായതാണ്. അപ്പം നിങ്ങൾ നിങ്ങൾ അറിവ് പഠിച്ചത് അതനുസരിച്ച് പ്രവർത്തിക്കാനാണെങ്കിൽ, അതുകൊണ്ട് നല്ലൊരു അടിമയായി തീരുകയാണെങ്കിൽ, അതുകൊണ്ട് ഉൾക്കാഴ്ചയുള്ള രൂപത്തിൽ അള്ളാഹുവിൽ നിന്ന് അശ്രദ്ധരാവുന്നതൊക്കെ ഒഴിവാക്കി നല്ല രൂപത്തിൽ അള്ളാഹിൻ്റെ അടിമയായി ജീവിക്കാനാണ് നിങ്ങൾ അറിവ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്. കാരണം ആ ഒരു അറിവിന് അള്ളാഹിൻ്റെ അടുക്കൽ വലിയ മൂല്യമുണ്ട്. അതിൻ്റെ പ്രതിഫലം ഒന്നിനെ പോലുള്ള പ്രതിഫലമല്ല, വലിയ അതിബഹത്തായ പ്രതിഫലം ഉണ്ടാവും. വബിനാഉ അംറിൽ ഇബാദത്തി കുല്ലിഹി അലൽ ഇൽം, കാരണം ഇബാദത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പടക്കപ്പെട്ടിട്ട് ഇൽമിൻ്റെ മുകളിലാണ്. ഇൽമുണ്ടെങ്കിൽ മാത്രമേ ഇബാദത്തിനൊക്കെ പ്രസക്തിയുള്ളൂ. സിയമൻ ഇൽമു തൗഹീദ് വ ഇൽമു സിർ, ഏതുവരെ പ്രത്യേകിച്ചും തൗഹീദിൻ്റെ ഇൽമും രഹസ്യത്തിൻ്റെ ഇൽമും ഒക്കെ ഇൽമാണ്. നമ്മൾ തൗഹീദിൻ്റെ ഇൽമും മഅരിഫത്തിൻ്റെ ഇൽമും ഒക്കെ ഇൽമാണല്ലോ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഇൽമനാണ് എല്ലാത്തിനേക്കാളും മഹത്വമുള്ളത്. ഏത് വിഷയത്തിലും അറിവാണ് ഏറ്റവും വലിയ നേതാവ്, അറിവിനാണ് ഏറ്റവും വലിയ മഹത്വം. ഫലഖദ് റുവിയ അന്നല്ലാഹു തആല, ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആല ഔഹാ ഇലാ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, ദാവൂദ് നബി അലൈഹി സ്വലാമിന് വഹി നൽകി. ഫഖാല, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, യാ ദാവൂദേ തഅല്ലമൽ ഇൽമുൻ നാഫി, നിങ്ങൾ നാഫിയായ ഇൽമിനെ തേടണം, നാഫിയായ ഇൽമു പഠിക്കണം. ഖാല, അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇലാഹി വമാ ഇൽമുൻ നാഫി, എന്താണ് നാഫിയായ ഇൽമു? ഖാല, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അൻ തഅരിഫ, ഏത് ഇൽമാണെന്നറിയോ, അതിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ജലാലി, എൻ്റെ ജലാലിനെ, അളമത്തി, എൻ്റെ അളമത്തിനെ, കിബ്രിയായി, എൻ്റെ കിബ്രിയായിനെ, കമാല് ഖുദ്റത്തി അലാ കുല്ലി ഷൈഇൻ, എല്ലാത്തിൻ്റെ മുകളിലുള്ള എൻ്റെ കഴിവിനെയും വലുപ്പത്തിനെയും മഹത്വത്തിനെയും പ്രതാപത്തെയും ഒക്കെ മനസ്സിലാക്കി തരുന്ന ഇൽമുണ്ട്. ആ ഇൽമാണ് നാഫിയായ ഏറ്റവും ഉപകാരപ്രദമായ ഇൽമ. അത് നിങ്ങൾ തേടണം. ഫൈനഹാദ, കാരണം തീർച്ചയായും അതാണ് അല്ലദിയു കരിബുക്കൈലി, നിങ്ങൾ എന്നിലേക്ക് അടുപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഇൽമാണ് തേടേണ്ടത്? അള്ളാഹുവിനെ നമുക്ക് അറിയിച്ചു തരുന്ന, അള്ളാഹുലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന, എല്ലാത്തിലും അള്ളാഹുവിൻ്റെ കൈവാൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ആ ഇൽമ നമ്മൾ തേടണം. കാരണം അതാണ് ഏറ്റവും ഉപകാരപ്രദമായ ഇൽമ. അൻ അലി റളിയല്ലാഹു അൻഹു കറമല്ലാഹു വജ്ഹഹു, ബഹുമാനപ്പെട്ട അലി കറമല്ലാഹു വജ്ഹഹു റളിയല്ലാഹു അൻഹു മഹാനവകൾ പറയാണ്, മാ യസുറുനി, എനിക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല, അന്നീ ലൗ മുത്തു തിഫ്ലൻ, ഞാനൊരു കുട്ടിയായി മരണപ്പെടുകയായിരുന്നെങ്കിൽ, ഓ ദുഹിൽ ജന്ന, എന്നിട്ട് സ്വർഗത്ത് പ്രവേശിക്കുകയായിരുന്നെങ്കിലും. നമ്മൾ പ്രതീക്ഷിക്കുക എന്താ? നമ്മളൊക്കെ മരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇത്ര ഇതൊന്നുമില്ലാതെ ഒരു കുട്ടിയായിട്ട് മരിച്ചില്ലെങ്കിൽ എത്ര നന്നായതിനെ നമ്മൾ പ്രതീക്ഷിക്കാം. ഒരു കുട്ടിയായിട്ട് മരിച്ച് സ്വർഗത്തിലേക്ക് നേരെ പ്രവേശിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ലാതെ സ്വർഗത്തിലേക്ക് നേരെ പ്രവേശിച്ച് എത്ര നന്നായനെ, ഈ പരിപാടിയൊന്നും വേണ്ടല്ല. ഇതിപ്പോൾ നമ്മൾ വലുതായി പോകണ്ടല്ലേ ഇതൊക്കെ പ്രശ്നം. ഇപ്പം കുട്ടിയായി മരിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നതിൽ ഞാൻ ഒരിക്കലും തൃപ്തിയാവൂല എന്ന് സയ്യിദ്ന അലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്. വലം അക്ബർ ഫആരിഫ റബ്ബി, വലുതായി അള്ളാഹുവിനെ അറിയാതെ കുട്ടിയാവുന്ന അവസ്ഥയിൽ തന്നെ മരണപ്പെടുന്നത് ഞാൻ ഒരിക്കലും തൃപ്തിപ്പെടൂല. അങ്ങനെ അത് സ്വർഗത്തിലെത്തിയാൽ പോലും. കാരണം അഷദ്ദുഹും ഹഷിയ, കാരണം മനുഷ്യന്മാരിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിഞ്ഞവരാണ് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ഹുശൂ കാണിക്കുന്നവർ, പേടിക്കുന്നവർ. അള്ളാഹിനെ ഏറ്റവും കൂടുതൽ അറിയുന്നവരാണ് അള്ളാഹിനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നവർ.
വാക്സറു ഇബാദത്തൻ, അള്ളാഹിനെ ഏറ്റവും കൂടുതൽ അറിയുന്നവർ തന്നെയാണ് അള്ളാഹിനെ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവർ. വഹ്സനുഹും ഫില്ലാഹി നസീഹ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുന്നവരാണ് അള്ളാഹുവിനോട് ഏറ്റവും അധികം ഗുണകാംക്ഷ വെക്കുന്നവരും അള്ളാഹുവിന് വേണ്ടി മറ്റുള്ളവരെ നസീഹത്ത് നടത്തുന്നവരും ഒക്കെ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുന്നവർ മാത്രം. അല്ലാത്തതൊന്നും ചെയ്യില്ല. നമ്മളെ നമുക്ക് അള്ളാഹിനോട് ഭയം വരുന്ന അവസ്ഥ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അള്ളാഹിനെ കൂടുതൽ അറിയണം. നമുക്ക് അള്ളാഹിനെ കൂടുതൽ അറിഞ്ഞിട്ട് ഭയം വരുന്നില്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നതിൻ്റെ അർത്ഥം വേണ്ട രൂപത്തിൽ. അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അറിയുന്നതിനനുസരിച്ചാണ് നമ്മൾ ഇബാദത്ത് വർദ്ധിക്കുക. കാരണം നമ്മൾ ഇബാദത്തൊക്കെ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും. നമ്മളോട് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാവില്ല, നമ്മളിങ്ങനെ അള്ളാഹുവിനെ എങ്ങനെ ശുക്ർ ചെയ്യാതിരിക്കുക എന്ന് വിചാരിച്ച് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇബാദത്തും വർദ്ധിക്കുന്നില്ല അള്ളാഹിനെ അറിഞ്ഞതിന് ശേഷം. നമ്മൾ മടിയനായിരിക്കും ഇരിക്കുക, നമ്മൾ വേണ്ട രൂപത്തിൽ അള്ളാഹിനെ അറിഞ്ഞിട്ടില്ല എന്നാണ് അതിന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിനെ അറിഞ്ഞ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന അവസ്ഥയാണ് എപ്പോഴും അവർക്ക് നസീഹത്ത് ഉണ്ടാവും. അള്ളാഹിനെ കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു ഗുണകാംക്ഷ ഉണ്ടാവും. അതുപോലെ മുഅ്മിനീങ്ങളൊക്കെ ഒട്ടി ഒരു ഗുണകാംക്ഷ ഉണ്ടാവും. അവരോട് എപ്പോഴും ആ ഗുണകാംക്ഷൻ്റെ അവസ്ഥയിലായിട്ട് നസീഹത്ത് നടത്തുന്നവരും അവരെ കൂടെ കൂട്ടുന്നവരും ഒക്കെ ചെയ്യുന്നവരായിരിക്കും അള്ളാഹിനെ അറിഞ്ഞവർ. ഇതൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാം, ഇതൊക്കെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ വലുതാവുന്നതിന് മുമ്പ് മരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ സ്വർഗത്ത് കയറ്റിയാൽ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ ലതായിഫുൽ ഇഷാറാത്തിൽ പറയുന്നു. റാസിഖൂന ഫിൽ ഇൽം, ഇൽമിൽ അടിയുറച്ചവർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹുവ അല്ലാ യകൂനു ഫീ ദലീലി മുഖല്ലിദൻ, അവർ തെളിവുകളുടെ വിഷയത്തിൽ ഒരാളെ പിന്തുടരുന്നവരല്ല. കമാലായ യകൂനു ഫി ഹുക്കുമി മുഖല്ലിദൻ, ഏത് വിഷയത്തിൽ? ഒരു വിധി പറയുന്ന വിഷയത്തിലും ഒരാളെ പിന്തുടരാത്തതുപോലെ. ഇത് ഉദ്ദേശിക്കുന്നത് വലിയ ഇമാമിങ്ങളാണ്. വലിയ ഇമാമിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നമുക്കൊരു തെളിവ് കിട്ടിയോണ്ട് മാത്രം, ഇതിനൊരു തെളിവുണ്ടെന്ന് വിചാരിച്ച് മാത്രം അതിൽ ഒതുങ്ങൂല. നമ്മൾക്കൊക്കെ അങ്ങനെ ഒതുങ്ങേണ്ടി വരും, കാരണം നമുക്ക് അത്ര അറിവില്ലല്ലോ. നമ്മളൊരാൾ പറഞ്ഞു ഇന്നേം തെളിവുണ്ട് കാരണം അത് മതി. അവർക്ക് ഒരു തെളിവ് മാത്രം പോരാ, നമുക്ക് എല്ലാ സംശയവും പൂർണ്ണമായി ഇല്ലാണ്ടാവുന്ന തെളിവ് അവർക്ക് കിട്ടണം. മാത്രമല്ല അവർ ഏതെങ്കിലും ഒരു ഇമാം പറഞ്ഞുകൊണ്ട് മാത്രം അവർ പിന്തുടരുകയില്ല. ബൽ യളഉ നദറു മൗദിഅഹു, കാരണം അവരവരുടെ നോട്ടത്തെ ദൃഷ്ടി അതിൻ്റെതായ സ്ഥലങ്ങളിൽ വെക്കും. ഇലാ അൻ യൻതഹി ഇലാ ഹദ്ദി ലാ യകൂനു ലിശക്ക്, എത്രത്തോളം തന്നെ അവർക്ക് പിന്നീട് അതിലൊരു സംശയമില്ലാത്ത രൂപത്തിൽ അവരതിലേക്ക് എത്തിച്ചേരും. അപ്പോൾ വലിയ വലിയ ഇമാമിങ്ങളൊക്കെ, മുജ്തഹിദിൻ്റെ ഇമാമിങ്ങളൊക്കെ അങ്ങനെയാണ്. അവർ ഏതെങ്കിലും ഒരു കൗല് കിട്ടിയോണ്ട് മാത്രം അവർ സാറ്റിസ്ഫൈഡ് ആവില്ല. അവരതിനിങ്ങനെ പിന്നാലെ അന്വേഷിച്ച് അവസാനം അതിൻ്റെ സ്രോതസ്സിലേക്ക് എത്തിച്ചേരും. എന്നിട്ട് അതിലൊരു സംശയമില്ല എന്ന് ബോധ്യപ്പെട്ടാലേ ഒരു തീരുമാനം എടുക്കുള്ളൂ. അങ്ങനത്തെ ഇമാമിങ്ങളാണ് റാസിഖൂന ഫിൽ ഇൽമ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു വ്യാഖ്യാനം. ഫി അഖ്ലിഹി മുസാഉൻ, അവർക്കവിടെ എന്തിയുണ്ടാവില്ല, അവരുടെ ബുദ്ധിക്ക് ചിന്തിക്കാനുള്ള ഒരു അവസ്ഥ പോലും ഇല്ലാത്ത രൂപത്തിൽ സംശയം പൂർണ്ണമായി തീരുന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരും. അങ്ങനത്തെ മുജ്തഹിദുകളായ ഇമാമുകളെയാണ് റാസിഖൂന ഫിൽ ഇൽമ് എന്ന് പറയാം. അത് അതിൻ്റെ ഒരു വ്യാഖ്യാനം. വയക്കോൾ മറ്റൊരു വ്യാഖ്യാനം, റാസിഖു ഫിൽ ഇൽം, ഇൽമിൽ റാസിഹി അടിയുറച്ചവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മൻ യർത്തഖി, അവർ ഉയർന്നവരാണ്, അൻ ഹദ്ദി തഅമ്മുൽ ബുർഹാൻ, തെളിവുകളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്നും ഉയർന്നവരാണ്. വയസ്ലു ഇലാ ഹഖായിഖിൽ ബയാൻ, തെളിഞ്ഞ ഹഖീഖത്തിലേക്ക് എത്തിച്ചേർന്നവരാണ് അവർ. റാസിഖൂന ഫിൽ ഇൽമ് എന്ന് പറഞ്ഞാൽ അവർക്ക് തെളിവ് ആവശ്യമില്ലാത്തവരാണ് എന്ന മറ്റൊരു വ്യാഖ്യാനം. തെളിവ് ആവശ്യമില്ല, കാരണം അവർക്ക് ബോധ്യം വന്നു, അനുഭവത്തിലൂടെ ഹഖീഖത്തിനെ അനുഭവിച്ചിട്ട് അവർക്ക് ബോധ്യം വന്നു. അള്ളാഹിനെ കുറിച്ച് ഇനി അവർക്ക് തെളിവൊന്നും ആവശ്യമില്ല. അങ്ങനെ ഹഖീഖത്തിനെ അനുഭവത്തിലൂടെ രുചിച്ചവരാണ് യഥാർത്ഥത്തിൽ റാസിഖൂന ഫിൽ ഇൽമ് എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. യുഖാൽ, മറ്റൊരു വ്യാഖ്യാനം, റാസിഖൂന ഫിൽ ഇൽം, ഇൽമിൽ അടിയുറച്ചവർ എന്ന് പറഞ്ഞാൽ ആരാണ്? അൻ യകൂന ബി ഇൽമിഹി അമലൻ, അവർ പഠിച്ച ഇൽമ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഹത്ത, എത്രത്തോളം എന്നാൽ യുഫീദു ഇൽമ മാ ഹഫിയ അലാ ഐരി, മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കപ്പെട്ട പല ഇൽമുകളും അള്ളാഹു അവർക്ക് നൽകും. അപ്പോൾ റാസിഖൂന ഫിൽ ഇൽമ് എന്ന് പറഞ്ഞാൽ ഇൽമിൽ അടിയുറച്ചവർ എന്ന് പറഞ്ഞാൽ ഈ വ്യാഖ്യാനം അനുസരിച്ച് അവർ അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ അറിവനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ അവർക്ക് അറിയാത്തത് അള്ളാഹു അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും.
വഫി ഖബർ ഹദീസിൽ വന്നിട്ടുണ്ട്, മൻ അമില ബിമാ അലിമഹു, ആരെങ്കിലും അവർക്ക് സ്വയം അറിയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ, വറസല്ലാഹു ഇൽമ മാലം യാലം, അള്ളാഹു അവർക്ക് അനന്തരാവകാശമായി കൊടുക്കും, വെറുതെ കൊടുക്കും അവർക്ക് അറിയാത്ത ഇൽമിനെ. ഒരാൾ സ്വന്തം അവൻ അറിയുന്നത് കൊണ്ട് പ്രവർത്തിച്ചാൽ അവൻ അറിയാത്തത് അവൻ അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസിൽ വന്ന ഈ കാര്യത്തിലേക്കാണ് റാസിഖൂന ഫിൽ ഇൽമ് എന്ന് പറഞ്ഞത് സൂചിപ്പിക്കുന്നത് എന്നാണ് ഒരു വ്യാഖ്യാനം. 3 വ്യാഖ്യാനങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ വ്യാഖ്യാനം മുജ്തഹിദുകളായ ഇൽമാമിങ്ങളെ കുറിച്ചാണ് പറഞ്ഞതെന്നാണ്. രണ്ടാമത്തത് തെളിവുകൾ ആവശ്യമില്ലാത്ത ഹഖീഖത്തിനെ അള്ളാഹുവിനെ അനുഭവിച്ചറിഞ്ഞ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. മൂന്നാമത്തത് അവരെ അറിഞ്ഞതനുസരിച്ച് അവർ ജീവിച്ചാൽ, അവരതിൻ്റെ മുകളിൽ അമൽ ചെയ്താൽ അള്ളാഹു അവർക്ക് അറിയാത്തത് അറിയിച്ചു കൊടുക്കും എന്നാണ് റാസിഖൂന ഫിൽ ഇൽമ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് മൂന്നാമത്തെ വ്യാഖ്യാനം. വഹസ്സ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു, ആ കൂട്ടരുടെ വിശേഷണമായി പ്രത്യേകം എടുത്തു പറഞ്ഞു. മുഖീമുനുസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവരാണ്. ഫിൽ അറാബി നസബ ലഫ്ളു ഫി ഇംറാദി ഐനി അൽ മദ്ഹ്, ഇവിടെ നസബ് ചെയ്തിട്ടാണ് ഇറാബ് ചെയ്യപ്പെട്ടത്. മുഖീമൂന സ്വലാത്ത, നസബ് ചെയ്യപ്പെട്ടിട്ടാണ് ഇറാബ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഫത്തഹാണ് അവിടെ ഉള്ളത്. അതിനർത്ഥം അതെന്തിനാ അങ്ങനെ കൊടുത്തത്? ലിമ അലി സ്വലാത്ത മിന തഹ്സീസ് മിൻ ബൈനൽ ഇബാദ, കാരണം നിസ്കാരത്തിന് ഒരു പ്രത്യേകമായ സ്ഥാനമുണ്ട് മറ്റ് ഇബാദത്തുകളിൽ. ലി അന്നഹ താലിയത്തുൽ ഈമാൻ ഫി അക്സറിൽ മവാദി ഫിൽ ഖുർആൻ, കാരണം ഖുർആനിൽ ഈമാനിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്തൊക്കെ പല സ്ഥലങ്ങളിലും ഈമാൻ്റെ തൊട്ട് പിന്നാലെ നിസ്കാരവും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നസബ് ചെയ്യപ്പെട്ട് പറയപ്പെട്ടത് ഈ ഇൽമിൽ അടിയുറച്ച ആളുകൾ നിസ്കാരം നിലനിർത്തുന്നവരാണ്. അതൊരു അവരുടെ വിശേഷണമായി പറഞ്ഞതാണ്. കാരണം ആ നിസ്കാരം എന്ന വിശേഷണം ഈമാൻ കഴിഞ്ഞാൽ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ആണ് എന്ന കാരണം കൊണ്ടാണ്. ലിഅന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അമറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹ, അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് കൽപ്പിച്ചിട്ടുണ്ട്. ലൈലത്തുൽ മിഅ്റാജിൻ്റെ രാത്രിയിൽ. ആയിരി വാസിത്തത്തിൻ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ വാസിത്വമൊന്നും അതിലില്ല. അതായത് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ മധ്യസ്ഥതയിലല്ല അത് പറഞ്ഞത്, നേരിട്ടാണ് പറഞ്ഞത്. വായിരി ദാലിക മിനൽ വുജൂഹ്, അതുപോലെ ഒരുപാട് കാരണങ്ങൾ ഈ പറയപ്പെട്ടതിനുണ്ട്. ഖൗലുഹു, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അജ്റൻ അലീമ, വലിയ മഹത്വം അള്ളാഹു, വലിയ പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അതെന്താ? അജ്റുൻ അലീം, വലിയ പ്രതിഫലം എന്ന് പറയുന്നത് ഹുവല്ലദീ യസീദു അലാ ഖദരി ഇസ്തിഹ്ഖാഖി ബിൽ അമൽ, ഒരു മനുഷ്യന് അമൽ ചെയ്തുകൊണ്ട് എത്രയാണോ അവന് അനുയോജ്യമായത് അതിൻ്റെയൊക്കെ എത്രയോ കൂടുതൽ ഒരാൾക്ക് കൊടുക്കുമ്പോഴാണ് അജ്റുൻ അലീം എന്ന് പറയാം. ഇപ്പോൾ ഒരു അമൽ ചെയ്തതിന് 100 പ്രതിഫലമാണ് കൊടുക്കേണ്ടതെന്ന് കരുതുക. 100 കൊടുക്കുന്നതിന് പകരം 1000, 10,000, ലക്ഷവും കോടിയോ കൊടുക്കുന്നതിനാണ് അലീം എന്ന് പറയുക എന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം. വലിയ പ്രതിഫലം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവന് അനുയോജ്യമായ പ്രതിഫലത്തിൻ്റെ എത്രയോ അപ്പുറത്ത് അള്ളാഹു കൊടുക്കുന്നതാണ്. ബഹ്റുൽ മദീദിൽ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു തങ്ങൾ അതിനെ വിശദീകരിക്കുന്നുണ്ട്. കുല്ലു മൻ തഹഖഖ തൗബതു ബഅദൽ ഇസ്യാൻ, ആരെല്ലാം തെറ്റ് ചെയ്തതിന് ശേഷം തൗബ ചെയ്തുവോ, ശരിയായ രൂപത്തിൽ തൗബ ചെയ്തുവോ, ലഹറത്ത് യഖ്ലതുഹു ബഅദ അഫ്ലാതിഹി, അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധനായതിനു ശേഷം അള്ളാഹുവിനെ തൊട്ടുള്ള ഉണർവ് അവനിൽ വെളിവായോ, റസഹ ഫിൽ ഇൽമി ബില്ലാഹി വസിഫാതിഹി വഅസ്മാഇഹി, അതുപോലെ തന്നെ അള്ളാഹുവിനെ തൊട്ടും അള്ളാഹുവിൻ്റെ സിഫാത്തുകളെക്കുറിച്ചും വിശേഷണങ്ങളെക്കുറിച്ചും അസ്മായി അവൻ്റെ പേര് നാമങ്ങളെക്കുറിച്ചും ഒക്കെ അതിലൊക്കെ ഒരാളുടെ ഇൽമ് അടിയുറച്ചുവോ, അൽതഹഖ ബിസ്സാബിഖീൻ, അവരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും സാബിഖീങ്ങളെ കൂടെ. ആരാ സാബിഖീങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടുക? തെറ്റുകൾ നിന്നൊക്കെ തൗബ ചെയ്ത് തൗബ ശരിയാക്കിയവർ, അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധ ഒഴിവാക്കി അള്ളാഹുവിനെ തൊട്ടുള്ള ഉണർവിലായി ജീവിക്കുന്നവർ,
അള്ളാഹുവിനെയും അവൻ്റെ വിശേഷണങ്ങളെയും അസ്മാവുകളെയും ഒക്കെ അതിലൊക്കെ പൂർണ്ണമായും അടിയുറച്ചു നിൽക്കുന്നവർ, അങ്ങനത്തെ ആൾക്കാർ അള്ളാഹു ഒരുമിച്ച് കൂട്ടും സ്വാബിക്കീൻ, മുൻകടന്നവരായ ആളുകളെ കൂട്ടത്തിൽ. ഹുഷിറ മഅൽ മുഖറബീൻ, അവരെ മുഖറബീങ്ങളോട് കൂടെ ഒരുമിച്ച് കൂട്ടപ്പെടും. അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവരോട് കൂടെ ഒരുമിച്ച് കൂട്ടപ്പെടും. വഖാന മിമ്മൻ ഊതി അജ്റൻ അദീമൻ വഖൈറൻ ജസീമൻ, അവരായിരിക്കും ഏറ്റവും വലിയ പ്രതിഫലവും അതുപോലെ ഉന്നതമായ നന്മകളും നൽകപ്പെടുന്ന കൂട്ടം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി 163, 164, 165 ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ തഫ്സീർ മാത്രം ഇന്ന് വായിക്കാം. അത് കുറച്ച് കൂടുതലുണ്ട്. ഇന്നാ ഔഹൈന ഇലൈക കമാ ഔഹൈന ഇലാ നൂഹ്, നബിയെ ഇന്നാ ഔഹൈന ഇലൈക, അങ്ങേക്ക് നാം വഹി നൽകി. കമാ ഔഹൈന ഇലാ നൂഹ്, നൂഹ് നബി അലൈഹി സ്വലാമിന് വഹി നൽകിയതുപോലെ. വനബീന മിൻ ബഅദി, നൂഹ് നബി അലൈഹി സ്വലാമിന് ശേഷമുള്ള നബിമാർക്കും വഹി നൽകിയതുപോലെ. വൗഹൈന ഇലാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹ് വഹി നൽകി. വ ഇസ്മാഈല വ ഇസ്ഹാഖ് വ യാക്കൂബ്, അതുപോലെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിനും യാക്കൂബ് നബി അലൈഹി സ്വലാമിനും ഒക്കെ അള്ളാഹു വഹി നൽകി. വൽ അസ്ബാത്ത്, യാക്കൂബ് നബിൻ്റെ മക്കൾക്കും. അഹമ്മദ് ജാനുല്ലാ തങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് യാക്കൂബ് നബീൻ്റെ എല്ലാ മക്കളും നബിമാരാണെന്നാണ്. എന്നാൽ അത് യൂസുഫ് നബി അലൈഹി സ്വലാമും ബിന്യാമിനും അലൈഹി സ്വലാമും മാത്രമാണ് നബിമാരെന്നുള്ള അഭിപ്രായമുണ്ട്. എന്നാൽ എല്ലാവരും നബിമാരാണെന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ എന്താണ്? അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുണ്ടായല്ലോ. അപ്പോൾ അത് തെറ്റല്ലേ, നബിമാർ തെറ്റ് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പല അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. ഒന്ന്, അവരുടെ ശരീഅത്തിൽ അത് അനുവദനീയമാണ് എന്നാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തെ, അത് നുബുവത്തിൻ്റെ മുമ്പ് അവർക്ക് സംഭവിച്ചതാണ്, അത് കുഴപ്പമില്ല എന്നാണ് മറ്റൊരു അഭിപ്രായം. എന്നാലും ഇവിടെ ഈ അസ്ബാത്ത് എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ മക്കളും നബിമാരാണ് എന്നുള്ളൊരു അഭിപ്രായമാണത്. ഈസ, പിന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ഇപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കളാണ് ഇസ്രായേൽ സന്തതികൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബനി ഇസ്രായേൽ എന്നാണ് നമ്മൾ പറയുമ്പോൾ ബനു ഇസ്രായേൽ എന്ന് പറയണം. ഇസ്രായേൽ നശിച്ചു പോട്ടെ അങ്ങനൊന്നും പറയരുത്. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പേരാണ്. അപ്പോൾ ഇസ്രായേൽ സന്തതികൾ നശിക്കട്ടെ, ജൂതന്മാർ മോശപ്പെട്ട ആൾക്കാരൊക്കെ നശിക്കട്ടെ എന്നൊക്കെ ദ്വാരക്കാം. ഇസ്രായേൽ എന്ന് പറയരുത്, ഇസ്രായേൽ നശിക്കട്ടെ എന്ന് പറയരുത്. കാരണം ഇസ്രായേൽ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പേരാണ്. ബനി ഇസ്രായേൽ സന്തതികൾ, അവിടെയാണ് ഒരുപാട് നബിമാർ വന്നത്. അപ്പോൾ യാക്കൂബ് അലൈഹി സ്വലാമും വാസ്ബാത്ത് അവരുടെ മക്കളും. ഈസ, അതുപോലെ ഈസാ നബി അലൈഹി സ്വലാമും അയ്യൂബ് നബി അലൈഹി സ്വലാമും യൂനുസ് നബി അലൈഹി സ്വലാം, ഹാറൂൻ നബി അലൈഹി സ്വലാം, സുലൈമാൻ നബി അലൈഹി സ്വലാമും. വാതൈന ദാവൂദ സബൂറ, സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ പിതാവായ ദാവൂദ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു സബൂർ എന്ന കിതാബ് നൽകുകയും ചെയ്തു. വറുസുലൻ ഖദ് ഖസസ്ന അലൈക മിൻ ഖബൽ, അതുപോലെ തന്നെ അങ്ങേക്ക് വിവരിച്ചു തന്നിട്ടുള്ള, അങ്ങേക്ക് കഥ പറഞ്ഞു തന്നിട്ടുള്ള, മുമ്പ് നമ്മൾ അങ്ങേക്ക് കഥ വിവരിച്ചു തന്നിട്ടുള്ള നബിമാരെയും അള്ളാഹു നിയോഗിച്ചു. റുസുലൻ ലൻ നഖ്സുസുഹും അലൈക്, അങ്ങേക്ക് വിവരിച്ച് തന്നിട്ടില്ലാത്ത നബിമാരെ അള്ളാഹു നിയോഗിച്ചു. അതായത് എല്ലാ നബിമാരെ കുറിച്ച് വിശ്വാസങ്ങൾക്ക് വിവരിച്ചു കൊടുക്കപ്പെട്ടിട്ടില്ല. അതിനർത്ഥം വിശ്വാസങ്ങൾക്ക് ആരെയും അറിയായിരുന്നല്ല. ഈ വിശ്വാസങ്ങളെ ബാഹ്യമായ രൂപത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ബാഹ്യമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ നബിമാരെ കുറിച്ചും വിവരിച്ചു കൊടുത്തിട്ടില്ല. ചിലവരെ കൊടുത്തിട്ടുണ്ട്, ചിലർ കൊടുത്തിട്ടില്ല. വകല്ലമല്ലാഹു മൂസ തക്ലീമ, മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു സംസാരിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ വിശ്വാസങ്ങൾ ഹഖീഖത്തുമായി ബന്ധപ്പെട്ട് എല്ലാ നബിമാർക്കും അള്ളാഹു എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ റസൂലുള്ളാഹി വിശ്വാസങ്ങളിലൂടെയാണ് കൊടുക്കപ്പെട്ടത്. ഇത് മുമ്പ് വായിച്ചതാണ്. ഇവിടെ പറയുന്നത് ബാഹ്യമായ റസൂലുള്ളാഹി വിശ്വാസങ്ങൾക്ക് ചിലരെ പറ്റി പറഞ്ഞു കൊടുത്തു, ചിലരെ പറ്റി പറഞ്ഞു കൊടുത്തില്ല. ഇപ്പോൾ ഖുർആനിൽ തന്നെ എത്ര നബിമാരെ പറ്റി പറഞ്ഞു? ചിലരെ പറ്റി പറഞ്ഞു, ചിലരെ പറ്റി പറഞ്ഞിട്ടില്ല. അതുപോലെ മുറസുലൻ, അതുപോലെ തന്നെ അള്ളാഹു അയച്ച നബിമാരിൽ മുബശ്ശിരീൻ, സന്തോഷ വാർത്ത അറിയിച്ചവരുണ്ട്. ഒമുന്തിരീൻ,
താക്കീത് നൽകിയവരുണ്ട്. ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തൻ. എന്തിനു വേണ്ടി അങ്ങനെ അള്ളാഹു അയച്ചത്? നബിമാരെ മുർസലീങ്ങൾ എന്തിനാ അയച്ചത്? ജനങ്ങൾ അള്ളാഹുവിനെതിരെ ഒരു തെളിവ് കൊണ്ടുവരാതിരിക്കാൻ, ഒരു 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 ന്യായം പറയാതിരിക്കാൻ, അള്ളാഹുവിനോട് ന്യായം പറയാതിരിക്കാൻ വേണ്ടിയാണ്. ബാദർ റസൂൽ ഈ മുർസലീങ്ങളെ അയച്ചതിന് ശേഷം ന്യായം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ന്യായം? നമ്മളിലേക്ക് റസൂൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉഷാറാവുമായിരുന്നു എന്ന് പറയുന്ന ഒരു ന്യായം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വക്കാന അള്ളാഹു അജീസൻ, അള്ളാഹു എല്ലാത്തിനും അള്ളാഹു പ്രതാപിയാണ്, ഹക്കീമൻ യുക്തിമാനുമാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അറിയാം ഏത് ആൾക്കാരാണ് വിശ്വസിക്കാതിരിക്കുക ഒക്കെ അറിയാം. അള്ളാഹു ഒരു മുർസലിനെ റസൂലിനെ അയച്ചത് എന്തിനാ? അവർ ഒരു ന്യായം പറയാതിരിക്കാനാണ്. എന്ത്? നമ്മൾ ഈ റസൂൽ അയച്ചിന്ന് നമ്മൾ നന്നാവുമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫിയാൽ തഫ്സീറിൽ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇതിൽ വളരെ സൂക്ഷ്മമായ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ അതിന് കൊടുത്ത വ്യാഖ്യാനങ്ങൾ ഇസ്ഹാഖ് വൗഹൈന ഇല ഇബ്രാഹിം വ ഇസ്മായിൽ വ ഇസ്ഹാഖ് വ ഇബ്നൈ. ഇസ്മായിൽ ഇസ്ഹാഖ് അലൈഹി സ്വലാം അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മക്കളാണ്. യാക്കൂബ് നബി ആവട്ടെ ഇബ്നു ഇസ്ഹാഖ്, അത് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ മകനാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം. അസ്ബാത്ത് എന്ന ഔലാദി അവരെ മക്കളാണ്. പിന്നെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് സുലൈമാന വാത്തീന അബാഹു ദാവൂദ് സബൂറ. സുലൈമാൻ നബിക്കും പിന്നെ ദാവൂദ് നബി അലൈഹി സ്വലാം അവരുടെ വാപ്പയായ ദാവൂദ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു സബൂർ നൽകുകയും ചെയ്തു. ഈ സബൂറിനെ പറ്റിയാണ് ഇനി കുറച്ച് പറയുന്നത്. ഇസ്മുൽ കിതാബ്, ഈ സബൂർ എന്നുള്ള കിതാബിന്റെ പേര് നൽകപ്പെട്ടത് മുഅത ബിമഅന മസ്ബൂറൻ, മസ്ബൂർ എന്നുള്ള അർത്ഥത്തിലാണ് നൽകപ്പെട്ടത്. ഐ മക്തൂബൻ, എഴുതപ്പെട്ടത്, ലിഖിതമായത് എന്നുള്ള അർത്ഥത്തിൽ ആണ് ആ പേര് നൽകപ്പെട്ടത്. നസല അല ദാവൂദ മിഅത വഹംസൂന സൂറ. അപ്പം ദാവൂദ് നബി അലൈഹി സ്വലാമിന് സബൂറിലൂടെ 155 സൂറത്തുകൾ അള്ളാഹു അവതരിപ്പിച്ചു. സബൂറിൽ 155 സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ 155 അധ്യായങ്ങളുണ്ട്. വക്കാന ദാവൂദ് സബൂർ, ദാവൂദ് നബി അലൈഹി സ്വലാം സബൂർ ഓതുന്ന സമയത്ത് ഇജിത്തമാഅത്തു തുയൂർ, ഒരുപാട് പക്ഷികൾ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ചുറ്റും ഇങ്ങനെ കൂടുകയായിരുന്നു. പക്ഷികൾ സബൂർ ഇങ്ങനെ ഓതുമ്പോൾ ആ ഓതുന്നതിൻ്റെ രസത്തിൽ പക്ഷികൾ ഒരുമിച്ച് കൂടുമായിരുന്നു. വഅദല്ലതുഹു ബിഅജ്നിഹതിഹ, ആ പക്ഷികൾ അതിൻ്റെ ചിറകുകൾ ഇങ്ങനെ വിരിച്ചിട്ട് ആ ഓതുന്ന ദാവൂദ് നബി അലൈഹി സ്വലാമിന് തണൽ വിരിക്കുമായിരുന്നു. വഹുശിറത്തുൽ വുഹൂഷു ഹൗലഹു, അതുപോലെ തന്നെ ചുറ്റുഭാഗവും പിന്നെ മൃഗങ്ങൾ ഒരുമിച്ച് കൂടുമായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സിംഹവും പിന്നെ അതുപോലെ മാനും ഒക്കെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കേൾക്കും. അവർക്ക് ശത്രുക്കളാണെന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല. ആ രൂപത്തിൽ ദാവൂദ് നബി അലൈഹി സ്വലാം ഓതാൻ തുടങ്ങിയാൽ മൃഗങ്ങൾ ഇങ്ങനെ, ശത്രുക്കളായ മൃഗങ്ങൾ പോലും, അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നുന്ന മൃഗങ്ങൾ പോലും വന്നിരുന്നിട്ട് ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ഈ ഓത്ത് കേൾക്കും. പക്ഷികൾ മുകളിൽ ഇങ്ങനെ വട്ടം ചുറ്റി പറന്നിട്ട് തണലിടും. മൃഗങ്ങളെല്ലാം കൂടി വന്നിരുന്നത് ഇങ്ങനെ കേൾക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. കുല്ലുഹും യൻസിതൂന ലിഹുസ്നി സൗത്തി, എല്ലാവരും ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ഈ സുന്ദരമായ ഖിറാഅത്ത് കേട്ടിട്ട് ഇങ്ങനെ അതിൽ ലയിച്ചു ചേർന്ന് ഇങ്ങനെ വട്ടം ഇട്ട് പറക്കുന്നതും ചുറ്റുകൂടുന്നതുമാണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ ഒരു സംഭവത്തെ ആധാരമാക്കിയാണ് മഹത്തുക്കളായ പല ആളുകളും ഇപ്പോൾ കവാലി പോലത്തെ സദസ്സുകളൊക്കെ, സൂഫികളുടെ കവാലി മജ്ലിസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സംഗീത സദസ്സുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ സംഗീത സദസ്സുകളിലും കവാലി സദസ്സുകളിലും ഒക്കെ ഒരു തെളിവായിക്കൊണ്ട് മഹത്തുക്കൾ ഉദ്ധരിക്കുന്നത്, ഇതിനൊക്കെ ഒരു തെളിവായിക്കൊണ്ട് മഹത്തുക്കൾ ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഈ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ സംഭവമാണ്. ഇപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ആ ഖിറാഅത്ത് നമുക്ക് എങ്ങനെ ആ ഖിറാഅത്ത് എന്ന് അറിയില്ല. ചിലപ്പോൾ ഒരു മഹത്തുക്കൾ പറഞ്ഞ അതൊക്കെ ഒരു പാട്ട് രൂപത്തിലായിരിക്കണം, ഒരു പാട്ട് പാടുന്ന, അതിനൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു പാട്ട് പാടുന്ന രൂപത്തിൽ സംഗീതത്തിൻ്റെ ഒരു പ്രകടനമാണ് അവിടെ കണ്ടത്. അപ്പോൾ സംഗീതം അനുവദനീയമാണ് എന്നത് ദാവൂദ് നബി അലൈഹി സ്വലാം എന്ന് വരുന്നതാണെന്ന് സംഗീതം അനുവദനീയമാക്കുന്ന ഉലമാക്കൾ പറഞ്ഞത്.
അത് നമ്മൾ സംഗീതം കേൾക്കുന്നത്, ഇപ്പോൾ സംഗീതവും ഉപകരണങ്ങളൊക്കെ കേൾക്കുന്നത് തെറ്റാണ്, ഹറാമാണെന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്, നമ്മൾ നിഷേധിക്കുന്നില്ല. എന്നാൽ സൂഫിയാക്കന്മാരായ മഹത്തുക്കളായ പല ആൾക്കാരും അതിനനുവദിച്ചവരാണ്. അവർ പറഞ്ഞത് സംഗീതം എന്ന് പറയുന്നത് കൂടുതൽ അള്ളാഹുലേക്ക് നമ്മളെ അള്ളാഹുവിൻ്റെ മഹബത്തിൽ ലയിച്ചവരാണെങ്കിൽ ആ സംഗീതം കൊണ്ട് കൂടുതൽ നമുക്ക് അള്ളാഹുലേക്ക് നമ്മളെ ഹൃദയത്തെ തിരിച്ചു വെക്കാൻ പറ്റും. അതിന് ചെറിയ ഉദാഹരണം പറയാം. ഒരാളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക, ഭയങ്കര ഇപ്പോൾ മക്കളൊക്കെ മരിച്ചു അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിന്ന് കരുതുക, സങ്കടപ്പെട്ടിരിക്കാം. അപ്പം നമ്മൾ സങ്കടപ്പെടുന്ന ഒരു പാട്ടോ ചെറിയൊരു വീണ കൊണ്ട് ഇങ്ങനെ ആ സങ്കടപ്പെടുന്ന ഒരു മ്യൂസിക്കൊക്കെ ഉണ്ടാക്കിയാൽ അവരുടെ സങ്കടം കൂടെ കൂടും. പിന്നെ അവർ കരച്ചിൽ നിൽക്കാൻ പറ്റില്ല, അവർക്ക് ആ രൂപത്തിൽ അവർ കരയും. സംഭവം ഒന്നും ചെയ്തില്ല, സങ്കടം ഉണ്ടാക്കുന്ന ഒരു മ്യൂസിക് പ്ലേ ചെയ്തു എന്നുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ ഒരു പാട്ടിന് 2 വരി പാടിയാൽ മതിയോ, അതിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ നമുക്കത് ഭയങ്കര ഫീലിംഗ് ഉണ്ടാക്കും. സന്തോഷം ഉണ്ടാവുന്നതാണെങ്കിലോ, സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് സന്തോഷവുമായി ബന്ധപ്പെട്ട ഒരു പാട്ട്, അതിൻ്റെ ഒരു മ്യൂസിക് നമ്മൾ കേട്ടാൽ, പാട്ട് തന്നെ കേൾക്കണമെന്നില്ല, മ്യൂസിക് ഉപകരണം കേട്ടാലും മതി, നമ്മൾ അതിലിങ്ങനെ ലയിച്ച് ചേരുന്ന ഒരവസ്ഥയും നമ്മളെ സന്തോഷം കൊണ്ട് അങ്ങേയറ്റത്തെത്തുന്ന അവസ്ഥയും നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട്, പ്രശ്നമല്ല, ഇതൊരു നല്ല കാര്യമാണ്. അതേസമയം അള്ളാഹനെ ഓർക്കാത്ത ആളുകൾ ഇത് ചെയ്താൽ എന്താ സംഭവിക്കാം? അവരധികവും അവരുടെ ശ്രദ്ധ നഫ്സിലും അവരുടെ ശ്രദ്ധ ദുനിയാവിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ സംഗീതവും സംഗീത ഉപകരണങ്ങളും അവർ കൂടുതൽ അങ്ങോട്ടാണ് കൊണ്ടുപോവുക. അവരെ അള്ളാഹുവിനെ മറക്കുന്നതിലേക്കും ദുനിയാവിൽ ലയിച്ചു ചേരുന്നതിലേക്കും അതിൻ്റെ ആസ്വാദനങ്ങൾ മുഴുകുന്നതിലേക്കുമാണ് അവരെ സംഗീതം കൊണ്ടുപോവുക. അതേസമയം അള്ളാഹുവിൽ ലയിച്ചു ചേരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സംഗീതം അള്ളാഹുവിലേക്ക് അവരെ കൊണ്ടുപോവുക, അള്ളാഹിനെ കൂടുതൽ ആസ്വദിപ്പിക്കുന്നതിലേക്ക് കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെയാണ് സൂഫിയാക്കന്മാരായ പല മഹത്തുക്കളും ഇത് ഉപയോഗിക്കാറുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ആളാണ് നിജാമുദ്ദീൻ ഔലിയ മഹാനവറുകളെ പ്രശസ്തമായ ഖവാലി സദസ്സുകൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അവിടെ ഹാർമോണിയവും തബലയും വീണയും ഒക്കെ വായിച്ച ആൾക്കാരിങ്ങനെ പാടും. അള്ളാഹിനെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും എല്ലാം പൊതുവിലുള്ള മഹബത്തിനെക്കുറിച്ചും വേർപാടിനെക്കുറിച്ചും, അതായത് സ്നേഹത്തിൻ്റെ പല തലങ്ങളെ എപ്പോഴും അള്ളാഹ് റസൂൽ എന്ന് പറയണമെന്നില്ല. അള്ളാഹിൻ്റെ ആരിഫീങ്ങൾക്ക് ഇതിങ്ങനെ ആ മഹബത്ത് കിട്ടാൻ എന്തിനെ പറ്റി പാടിയാലും ആ മഹബത്ത് അവർക്ക് കിട്ടും. ഈ സംഗീതത്തിന് ഇങ്ങനത്തെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് ആണ് സൂഫിയാക്കന്മാർ അവരുടെ മജ്ലിസുകളിലൊക്കെ പലപ്പോഴും ഖവാലിൻ്റെ മജ്ലിസും അതുപോലെ കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ മജ്ലിസുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ അവർ പല കവിതകൾ ആലപിക്കും, സ്നേഹത്തിൻ്റെ, വേർപാടിൻ്റെ, ദുഃഖത്തിൻ്റെ, അള്ളാഹിനെക്കുറിച്ച് വിശ്വാസങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ചരിത്രത്തിൽ എന്തെങ്കിലും സംഭവങ്ങളെക്കുറിച്ച് മഹാന്മാരെക്കുറിച്ച് ഒക്കെ അവർ പാടും. അതിലിങ്ങനെ ആൾക്കാരിങ്ങനെ ലയിച്ച് ചേർന്ന് കൈകൊട്ടി ഇങ്ങനെയൊക്കെ പാടുന്നൊക്കെ രീതിയുണ്ട്. ഇതിൻ്റെയൊക്കെ അവർ തെളിവായിട്ട് അവർ പറയാറുള്ളത് ദാവൂദ് നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട ഈ സംഭവമാണ്. ദാവൂദ് നബി അലൈഹി സ്വലാം ഇങ്ങനെ പാടുന്ന സമയത്ത്, പാടല്ല അവിടുത്തെ ദബൂർ ഓതുന്ന സമയത്ത്, ആ സബൂർ എന്താ, നമ്മൾ ഖുർആൻ പോലെയാണ്, നമുക്കറിയില്ല എന്താണ് സബൂറിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ അവിടെ ദാവൂദ് നബി അലൈഹി സ്വലാം ഇങ്ങനെ ഓതിയപ്പോൾ ചുറ്റുഭാഗവും ഇങ്ങനെ ആ ഓത്തിൻ്റെ ഈണത്തിലും താളത്തിലും അതിൻ്റെ രസത്തിലും പക്ഷികൾ ഇങ്ങനെ ചിറകിട്ട് പറക്കാറുണ്ടായിരുന്നു. ചുറ്റുപാടുകളും മൃഗങ്ങൾ അവരുടെ ശത്രുത പോലും മറന്ന് മുമ്പിൽ വന്നിങ്ങനെ ഇതിൻ്റെ ആസ്വാദനത്തിൽ മുമ്പിൽ വന്ന് ഇരിക്കാറുണ്ടായിരുന്നു എന്ന് പറയാൻ. ഹത്ത വക്ക മിൻഹു മാ വക്ക. അങ്ങനെ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ വിഷയത്തിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചു. അതായത് അവിടുത്തെ പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാം അവിടുത്തെ സൈന്യത്തിൽപ്പെട്ട 30 രാജാവായിരുന്നല്ലോ. ദാവൂദ് നബി അലൈഹി സ്വലാമിന് 99 ഭാര്യമാരുണ്ടായിരുന്നു. അങ്ങനെ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ സൈന്യത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യ മൂപ്പരം മരണപ്പെട്ട ശേഷം ദാവൂദ് നബി അലൈഹി സ്വലാം കല്യാണം കഴിക്കുന്നുണ്ട്. അവരെ ദാവൂദ് നബി അലൈഹി സ്വലാമിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഹറാമായ രൂപത്തിലല്ല, അവരുടെ ശരീരത്ത് അനുവദനീയമായ രൂപത്തിൽ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടത്തിൽ അവർ കല്യാണം കഴിക്കുകയും ചെയ്തു. അതിൽ അവരുടെ ശരീരത്തനുസരിച്ച് അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം ഒരു പെൺകുട്ടിനെ അവർക്ക് ഇഷ്ടം വന്നു, ആ ഇഷ്ടത്തിൽ അവരുടെ ഭർത്താവ് മരണപ്പെട്ട സംഭവിച്ചിട്ട് അവർ കല്യാണം കഴിച്ചു. ഇത്ര സംഭവിച്ചുള്ളൂ. അത് 100ാമത്തെ ഭാര്യയായിരുന്നു. 99 ഭാര്യ ഉണ്ടായിരുന്നു. 100ാമത്തെ ഭാര്യയാണ് ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ആ ഭാര്യ. വഹുവ തസ്വീജുഹു ബിസൗജത്തി ഉരിയ. അവരുടെ സൈന്യത്തിലുണ്ടായിരുന്ന ഉരിയ എന്ന ആളുടെ ഭാര്യനെ കല്യാണം കഴിച്ചതാണ് സംഭവം. ഫലം എന്തർ അമ്രുമിൻ ജിബ്രീൽ. പക്ഷെ എന്താ അവിടെ
ദാവൂദ് നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട തെറ്റ് എന്ന് ആരോപിക്കപ്പെടുന്നത് എന്താ? അത് നമ്മളെ പോലത്തെ തെറ്റല്ല. അവരുടെ തെറ്റാണ്, നമ്മളെ തെറ്റല്ല. അവർ തെറ്റ് ചെയ്തു, ആദം നബി അലൈഹി ഇസ്ലാം തെറ്റ് ചെയ്തു, ദാവൂദ് നബി അലൈഹി ഇസ്ലാം തെറ്റ് ചെയ്തു പറഞ്ഞാൽ ഒരു ശരീഅത്തിന് വിരുദ്ധമായ ഒരു കാര്യം അവർ ചെയ്തു എന്നല്ല എൻ്റെ അർത്ഥം. അവർ ലം യന്തളിർ അമ്റ മിൻ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ കൽപ്പന ആ വിഷയത്തിൽ വരുന്നത് കാത്തുന്നില്ല. അതാ ഒരു ചെയ്ത തെറ്റ്. തസവ്വജ ഖബ്ല അൻ യഅതിയഹു ഇദ്നു മിൻ ഹദ്റത്തി ഫഖത്ത്. അള്ളാഹുവിൻ്റെ ഹദ്റത്തിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം ആ സമ്മതവുമായി വരുന്നവരെ കാത്തുന്നില്ല, അല്ലാതെ ഒരു കല്യാണം കഴിച്ചു. ഹാദാ ഹുവ സഹീഹും മിൻ ദംബി ദാവൂദ്. ഇതാണ് ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ വിഷയത്തിൽ വന്ന, അവരുടെ തെറ്റുമായ വിഷയത്തിൽ വന്ന സഹിയായ റിപ്പോർട്ട്. അങ്ങനെ ദാവൂദ് നബി അലൈഹി സ്വലാം ഇങ്ങനെ ഓതുന്ന സമയത്തൊക്കെ പക്ഷികൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കും, അവർ തണലിടും, ജീവികളെ മുമ്പിൽ ഇങ്ങനെ വന്ന് കേട്ടിരിക്കും. അതിങ്ങനെ ആ ഈണത്തിലും താളത്തിലും അവരിങ്ങനെ ലയിച്ചിരിക്കും. സംഭവമൊക്കെ ശരി തന്നെ. പക്ഷേ ഈ സംഭവത്തിന് ശേഷം ദാവൂദ് നബി അലൈഹി സ്വലാം തൻ്റെ 100ാമത്തെ ഭാര്യനെ കല്യാണം കഴിച്ചപ്പോൾ അതിന് ശേഷം ദാവൂദ് നബി അലൈഹി സ്വലാം ഓതി വലം തഹ്ലുറു മാഹു തുയൂറു. ആ സമയത്ത് പക്ഷികൾ ആരും വട്ടമിട്ട് പറക്കുന്നില്ല. വലാ വുഹൂഷു, അതുപോലെ തന്നെ ജീവികളും ഒന്നും വന്നിട്ട് അത് കേൾക്കാനും കാണുന്നില്ല. അപ്പം ഫശക്കാ ഇലല്ലാഹ്, ദാവൂദ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ഇതിന് പരാതിപ്പെട്ട് എന്താ സംഭവിച്ചത്? ദാവൂദ് നബി അലൈഹി സ്വലാമിന് ഈ പക്ഷികളെ ഭയങ്കര ഇഷ്ടമായിട്ടോ മൃഗങ്ങൾ ഭയങ്കര ഇഷ്ടമായിട്ടൊന്നല്ല. അപ്പോൾ മൃഗങ്ങളും പക്ഷികളൊക്കെ ഇത് ഓതുമ്പോൾ വരാറുണ്ടല്ലോ, അപ്പോൾ എന്തോ എൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് ദാവൂദ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പരാതിപ്പെട്ടു. ഫഖാല ലഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, തിൽക ഉൻസു ഇബാദത്തി. ആദ്യം നിങ്ങൾ അനുഭവിച്ചില്ലേ ഇങ്ങനെ ഈ ഓതുന്ന സമയത്തൊക്കെ ഈ പക്ഷികൾ പറക്കുന്നതും ചുറ്റുമുട്ട് പറക്കുന്നതും മൃഗങ്ങൾ വന്നിരുന്ന് നിങ്ങളെ കേൾക്കുന്നതൊക്കെ നിങ്ങൾക്ക് അനുഭവിച്ചില്ലേ? അതാ ഉൻസു ഇബാദത്ത്, അത് എന്നെ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ മധുരമാണ്. അതിനുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ആത്മീയമായ അടുപ്പാണ്, അതുകൊണ്ടുണ്ടാകുന്ന സ്നേഹത്തിൻ്റെ ഒരു അടുപ്പാണ്. അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണത്. എന്നാൽ വഹാദിഹി വഹ്ഷത്തുൽ മുഹാലഫത്തി, എന്നാൽ ഈ സംഭവിച്ചതുണ്ടല്ലോ, അതായത് ഇപ്പം നിങ്ങൾ ഓതുമ്പോൾ നേരത്തെ ഓതിയ അതേ ആള് അതേ ആയത്തുകൾ തന്നെയാണ് ഇപ്പോൾ ഓതുന്നത്, അതേ കാര്യങ്ങൾ ജബൂറിൽ എന്താണോ പറഞ്ഞത് അതേ കാര്യങ്ങൾ ഇപ്പോൾ ഓതുന്നത്. ഇപ്പം എന്താ ആരും വരാത്തത്? അത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏകാന്തതയാണ്. എന്തിന്? അള്ളാഹിനോട് നിങ്ങൾ എതിര് പ്രവർത്തിച്ചതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ, അള്ളാഹുവിലെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരേ കാര്യങ്ങളാണെങ്കിലും അതിലൊക്കെ അള്ളാഹു വലിയ മധുരവും കബൂലിയത്തും രസങ്ങളൊക്കെ തരും. എന്നാൽ അതിലൊക്കെ നമ്മൾ എതിരെ നിൽക്കുമ്പോൾ, അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കുമ്പോൾ, നമ്മളെ നോട്ടം അള്ളാഹു അല്ലാതായി തീരുമ്പോൾ അതിലൊക്കെ രസങ്ങൾ അള്ളാഹു എടുത്തു കളയുകയും ചെയ്യും. ദാവൂദ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്തതുപോലെ. ഫബക്ക, അങ്ങനെ ദാവൂദ് നബി അലൈഹി സ്വലാം കരഞ്ഞു. ഫതാബ ഇലല്ലാഹ്, അള്ളാഹുവിനോട് തൗബ ചെയ്തു. ഹത്താ അഫറല്ലാഹു ലഹു ദാലിക്, അങ്ങനെ ദാവൂദ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു പുറത്തു കൊടുത്തു. കമാ സയത്തീനി ഫി സൂറത്ത് സാദിൽ ഇൻഷാ അല്ലാഹ് വരുന്നത് പോലെ. വകാന അബൂ മൂസൽ അശ്അരി, അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു തങ്ങൾ ഹസന സൗത്തി ഫി ഖിറാഅത്തി ഖുർആൻ. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു തങ്ങൾ ഖുർആൻ ഓതുന്ന സമയത്ത് ഏറ്റവും നല്ല ശബ്ദത്തിൽ ഓതുന്നവരായിരുന്നു. അവിടുത്തെ ഓത്ത് ഭയങ്കര മധുരമുള്ള അതായിരുന്നു, അവിടുത്തെ ശബ്ദം നല്ല ശബ്ദമായിരുന്നു. അപ്പോൾ കാലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു തങ്ങളോട് ഒരിക്കൽ പറഞ്ഞു, യൗമൻ, ഒരു ദിവസം, ലൗ റഅയ്തനി, നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, വഅന അസ്തമിഉ ലിഖിറാഅതിക്, ഞാൻ നിങ്ങളെ ഖിറാഅത്തിനെ കേൾക്കുന്നത്, യാ അബാ മൂസ, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ കേൾക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ എത്ര നന്നായതിനെ എന്ന് ആഗ്രഹിക്കാറുണ്ട്. അതായത് ഞാൻ എത്രത്തോളം നിങ്ങളെ ഖിറാഅത്ത് ആസ്വദിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടാൽ എത്ര നിങ്ങൾക്ക് സന്തോഷമാവുമായിരുന്നു, അത്രയും നിങ്ങളെ ശബ്ദവും നിങ്ങളെ ഖിറാഅത്തും ഞാൻ ആസ്വദിക്കാറുണ്ട്. അപ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ലൗ അലിംത അന്നക തസ്മഉ, ഞാൻ അറിയുമായിരുന്നെങ്കിൽ, നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുമായിരുന്നെങ്കിൽ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ലഹബ്ബർതുഹു ലക തഹ്ബീറൻ, ഞാൻ ഇത്ര നന്നാക്കി, കുറച്ചും കൂടി നന്നാക്കി സുന്ദരമാക്കി പാടുമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവർക്കും അള്ളാഹു നല്ല ശബ്ദം കൊടുക്കൂല, എല്ലാവർക്കും അള്ളാഹു പാടാനുള്ള കഴിവ് കൊടുക്കൂല.
പാടാനുള്ള കഴിവും ശബ്ദമൊക്കെ കൊടുക്കുന്ന ആളുകൾ അതിനെ പരിപോഷിപ്പിക്കുകയും നല്ല രൂപത്തിൽ ഉപയോഗിക്കുകയും ചെയ്യണം. കാരണം അത് ഒരു ഹിദ്മത്താണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാട്ട് കേട്ടിരുന്നു, പാട്ടല്ല ആ ഈണത്തിൽ ഓതുന്നത് കേട്ടിരുന്നു, കേട്ട് ആസ്വദിച്ചിരുന്നു. അപ്പോൾ ഓതുന്ന ആൾ പറയാണ്, നിങ്ങളത് കേൾക്കുമായിരുന്നു, ഞാൻ ഒന്നുകൂടി നന്നാക്കി ഓതുമായിരുന്നോ. അപ്പോൾ നന്നായിട്ട് ഓതാൻ പഠിക്കുന്നതും നല്ല പാട്ട് മദ്ഹും പാടാൻ പഠിക്കുന്നതും നല്ല രൂപത്തിൽ പാടുന്നതും ഓതുന്നതും ഒക്കെ വലിയ ഹിദ്മത്തും ഇബാദത്തുമാണ്. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അബൂ മൂസ അശ്അരി തങ്ങൾ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എൻ്റെ കേൾക്കായിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് ഞാൻ അത് ഓതുമായിരുന്നു, കുറച്ചും കൂടി നന്നാക്കുമായിരുന്നു. യഖൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞ വാക്കാണ് കുറച്ചും കൂടി രസം. മാ സമയത്തു ബർബത്തൻ, ഞാനൊരു തമ്പുരുവിനെയും കേട്ടിട്ടില്ല, വല ഔദൻ, ഒരു വീണയും കേട്ടിട്ടില്ല, വല മിസ്മാറൻ, ഒരു ഓടക്കുയിലും. തമ്പുരു കണ്ടിട്ടില്ലേ, വീണ. ഈ ഇവരൊക്കെ പിന്നെ സംഗീതമൊക്കെ പഠിക്കുന്ന ആളുകൾക്കിങ്ങനെ എന്താ പറയുക, താളം നല്ല ശ്രുതി ഇടുന്ന സാധനം. വല മിസ്മാറൻ, ഓടക്കുയിൽ. ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല. അഹ്സന മിൻ തിലാവത്തി അബീ മൂസൽ അശ്അരി, അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഓത്തിനേക്കാളും മധുരമുള്ള ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല. കഅന്നമാ ഊതി മിസ്മാറൻ മിൻ മിസ്മാരി ആലി ദാവൂദ്, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ഓടക്കോയിലിൻ്റെ മാധുര്യം നൽകപ്പെട്ട പോലെ ഇവർക്കും നൽകപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതും മറ്റൊരു തെളിവാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ഓത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംഗീതം പോലെ ആയിരുന്നു എന്നുള്ളത്. കാരണം മസാമീറിലേക്കാണല്ലോ, ഓടക്കോയിലേക്കാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ശ്വാസങ്ങൾ ചേർത്തി പറയുന്നത്. തങ്ങളെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓടക്കോയിൽ മാത്രമല്ല, ദാവൂദ് നബീന് മാത്രമല്ല പറഞ്ഞു, ആല് ദാവൂദ്. ദാവൂദ് നബീനെ പോലെ അവിടുത്തെ കൂട്ടക്കാരായ കുറേ ആൾക്കാരിങ്ങനെ സംഗീതത്തിൻ്റെ കഴിവ് അല്ലാഹു കൊടുത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ ഓടക്കോയിൽ പോലെ എന്ന് പറഞ്ഞാൽ അവർ ഓടക്കോയിൽ ഉപയോഗിച്ചു എന്നല്ല എൻ്റെ അർത്ഥം. അവർ ഓടക്കോയിൽ പോയി അവരുടെ ശബ്ദമാധുര്യം പോലെ, അല്ലെങ്കിൽ അവരുടെ ആ സംഗീതം പോലെ സംഗീതം ലഭിച്ച, അതിൻ്റെ മാധുര്യം ലഭിച്ച ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. അപ്പോൾ അത് ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയൊരു കഴിവാണത്. ആ കഴിവിനെ അള്ളാഹു അങ്ങനെ ഒരു സംഗീതം പാട്ട് പാടാനുള്ള കഴിവൊക്കെ ഒരു മനുഷ്യന് കൊടുത്താൽ അത് പരിപോഷിപ്പിക്കണം, അതിനെ നന്നാക്കിയെടുക്കണം, ഉഷാറാക്കണം. എന്തിന്? ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി, ദീനിനും ആളുകൾ നല്ല മനുഷ്യന്മാർ അതിങ്ങനെ കേൾക്കുക എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഖിദ്മത്താണ്. നല്ല മനുഷ്യന്മാർ കേൾക്കുക, ആസ്വദിക്കുക, അങ്ങനെ കേട്ടിരിക്കാൻ, നമുക്ക് ഓരെ സന്തോഷിപ്പിക്കാനും അവരെ മഹബത്തിനെ പരിപോഷിപ്പിക്കാനും അവരെ ആശ്വാസം നൽകാനും നമ്മളെ സംഗീതത്തിനും നമ്മളെ പാട്ടിനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഓത്തിനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യാൻ വേറൊന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശബ്ദത്തേക്കാൾ മധുരമുള്ള ഒരു ഓടക്കോയിൽ, മധുരമുള്ളൊരു വീണ, മധുരമുള്ള ഒരു തമ്പുരു ഞാൻ കേട്ടിട്ടില്ല എന്ന് വിശ്വാസങ്ങൾ പറയാണ്. അത് മഹാനവറുകൾക്ക് അള്ളാഹു ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിന് നൽകിയതുപോലത്തെ ഒരു ഓടക്കോയിൽ നൽകിയ പോലെയാണത്. അതായത് മഹാനവറുകൾക്ക് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വിറാസത്ത് കിട്ടിയ പോലെയാണ് നർത്തം. കാല സഹാബത്ത് പറയാറുണ്ടായിരുന്നു, കാന അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു തങ്ങൾ യുസല്ലി ബിന ഇമാമൻ ഫി സ്വലാ, നിസ്കാരത്തിന് നമ്മൾ ഇമാമായി നിൽക്കുമ്പോൾ നതമന്ന അന്നഹു യഖറഉ സൂറത്തുൽ ബഖറ, നമ്മൾ ആഗ്രഹിച്ചു പോകാറുണ്ട് ബഹുമാനപ്പെട്ടവർ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തിരുന്നെങ്കിൽ എന്ന്. സൂറത്തുൽ ബഖറ ഏറ്റവും വലിയ സൂറത്തല്ലേ. അപ്പോൾ ഒരു ഇമാമത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു സൂറത്തുൽ ബഖറ പാരായണം ചെയ്തിരുന്നെങ്കിൽ ഞാൻ കൊതിച്ചു പോവുമായിരുന്നു എന്ന് സഹാബാക്കൾ പറയാം. ലിഹുസ്നി സൗത്തിഹി ഫി തിലാവത്തി, ഓതുന്ന സമയത്ത് അവരുടെ ശബ്ദത്തിൻ്റെ മാധുര്യം കൊണ്ട് പിന്നെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തിരുന്നു എത്ര നന്നായിരുന്നു എന്ന് കൊതിച്ചു പോവുമായിരുന്നു. ഖാന ഉമർ ഇദാ റആയഖൂൽ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ ബഹുമാനപ്പെട്ടവരെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു തങ്ങളെ കാണുമ്പോൾ പറയുമായിരുന്നു, ഹാത്തി ദക്കർന റബ്ബന, വരി എന്നെ അള്ളാഹു തൊട്ട് ഓർമ്മിപ്പിക്കും. അതായത് ദക്കർന റബ്ബന, അള്ളാഹു തൊട്ട് ഓർമ്മിക്കുക എന്നാൽ അവിടെ ഖുർആൻ ഓതി ദിക്റല്ലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ശബ്ദം കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി എനിക്കതൊന്ന് ആസ്വദിക്കാനാണ്. നിങ്ങളിലൂടെ അള്ളാഹ്, നമ്മളെ ഷെയ്ഖിൻ നാട്ടിലൊക്കെ ദാക്കിര്യങ്ങളുണ്ടാവില്ല, അവരിങ്ങനെ പാട്ടും ബൈത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നവരാ. അവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും ഷെയ്ഖിൻ്റെ ചുറ്റും, എന്നിട്ട് ഇങ്ങനെ ചൊല്ലും. എന്താ അള്ളാഹിനെ തൊട്ട് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്ന ബൈത്തുകളായിട്ട്. ഫയത്തുലു ഖുർആൻ, അങ്ങനെ അദ്ദേഹം ഖുർആൻ ഓതി. തിലാവത്തിൻ ഹസന, ഏറ്റവും നല്ല രൂപത്തിലുള്ള ഖുർആൻ ഓത്ത്. ഹത്താ തരിക ഖുലൂബുഹും, അങ്ങനെ അവരുടെ ആ ഓത്തിൽ അവരുടെ ഹൃദയമൊക്കെ അങ്ങനെ കുളിർന്ന് തണുത്ത്
എന്താ പറയുക, മൃദുലമായി തീർന്നു ആ ഓത്തിൻ്റെ മാധുര്യത്തിൽ. റുസുലൻ മൻ കസസ്നാഹും അലൈക്ക മിൻ കബിൽ റുസുലൻ ലം നഖ്സുസുഹും അലൈക്ക. അപ്പോൾ അങ്ങേക്ക് അങ്ങേക്ക് നമ്മൾ കഥ കേൾപ്പിച്ച് തന്ന മുർസലീങ്ങളും കഥ കേൾപ്പിച്ച് തരാത്ത മുർസലീങ്ങൾ എന്ന് പറഞ്ഞല്ലോ. ദക്കറ ഫി ഹാദിൽ ആയ, ഈ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു ബാസ റുസുലൻ, അള്ളാഹു സുബ്ഹാനഹു തആല പിന്നെ മുർസലീങ്ങൾ അയച്ചപ്പോൾ കസസുഹും അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരിൽ ഒരു വിഭാഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തു, അവരെ പറ്റി പറഞ്ഞു കൊടുത്തു, അവരുടെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. ബാസ റസൂലൻ ലം യഖ്സുസു അലൈഹി, ഒരു വിഭാഗത്തെക്കുറിച്ച് അള്ളാഹു ഒന്നും പറഞ്ഞു കൊടുക്കുകയും ചെയ്തില്ല. ഖാല ജലാൽ, ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ മഹല്ലി റളിയല്ലാഹു അൻഹു മഹാനുകൾ പറയാണ്, ഈ തഫ്സീർ ജലാലൈനിലെ രണ്ട് ആളുകളാണത് എഴുതിയത്. ഒന്ന് ജലാലുദ്ദീൻ മഹല്ലിയും ജലാലുദ്ദീൻ സുയൂത്തിയും. അതിൽ ജലാലുദ്ദീൻ മഹല്ലിയാണ്. അദ്ദേഹം പറയാണ് റവിയ അന്നഹു തആല ബഅസ സമാനീന ആലാഫി നബിയൻ, 8000 നബിമാരെ അള്ളാഹു അയച്ചിട്ടുണ്ട് എന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അർബഅത്ത ആലാഫി മിൻ ബനി ഇസ്രായേൽ, 4000 പേര് ബനു ഇസ്രായേലിലാണ് ഉണ്ടായത്. അർബഅത്ത ആലാഫി മിൻ സായിനാസ്, ബാക്കിയുള്ളവരുടെ മുഴുവൻ ബാക്കി 4000 ബനു ഇസ്രായേലിലും ബാക്കിയുള്ളവരുടെ മുഴുവൻ 4000. അങ്ങനെ 8000 നബിമാരാണ് അള്ളാഹ് നിയോഗിച്ചിട്ടുള്ളത്. ഖാലഹു ഫീ സൂറത്തുൽ ആഫിർ, ഇത് അദ്ദേഹം സൂറത്തുൽ ആഫിറിൽ പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ വിശദീകരണത്തിൽ വഖദ തബറ സുയൂത്തി മിൻ ഹാദിൽ ഖൗൽ, എന്നാൽ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ പറഞ്ഞതിനെ തൊട്ട് നിരാകരിച്ചിട്ടുണ്ട്, അതിന് തൊട്ട് വിട്ടു നിന്നിട്ടുണ്ട്. ലിളഅഫിഹി വവഹനിഹി, ആ ഒരു റിവായത്തിൻ്റെ ദുർബലത കൊണ്ടാണ് അദ്ദേഹം വിട്ടുന്നത്. ഹാദി റിവായത്തു ലഈഫത്തുൻ ജിദ്ദൻ, കാരണം ഈ ഒരു റിവായത്ത് 8000 നബിമാരാണ് അള്ളാഹ് അയച്ചതെന്നുള്ള ഈ ഒരു ഉദ്ധരണി, ഈ റിവായത്ത് ലഈഫാണ്, അതായത് ബലഹീനമായൊരു ഉദ്ധരണിയാണ്. ഫലിഹാദ തബറ മുഫസ്സിറു മിൻ നിസ്ബതിഹാ ഇലൈഹി, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി അത് തന്നിലേക്ക് ചേർത്തി പറയാതിരിക്കുകയും മുനസബഹ ലിഖായിലിഹ, അത് ജലാലുദ്ദീൻ മഹല്ലിയിലേക്ക് അല്ലദീ ഹുവ ജലാലുദ്ദീൻ മഹല്ലിയിലേക്ക് മാത്രം ചേർത്തി പറയുകയും ചെയ്തത്. കാരണം ഇവർ രണ്ടുപേരും കൂടിയാണ് തഫ്സീർ പൂർത്തിയാക്കിയത്. അപ്പോൾ ജലാലുദ്ദീൻ മഹല്ലി ഇങ്ങനെ കാര്യം പറഞ്ഞു, അപ്പോൾ ജലാലുദ്ദീൻ സുയൂത്തി പിന്നീട് പറഞ്ഞു അത് ഞാൻ എടുക്കൂല, അത് മൂപ്പര വാക്കാണെന്ന് പറഞ്ഞു മാറ്റി നിർത്തി. എന്തുകൊണ്ടാണ്? അതിൻ്റെ റിവായത്ത് പൂർണ്ണമായി ശരിയല്ല എന്നുള്ള കാരണം കൊണ്ടാണ്. അപ്പോൾ മഷ്ഹൂറുൻ, ഇതിൽ മഷ്ഹൂറായ പ്രബലമായ അഭിപ്രായം എന്താണ്? അന്നല്ലാഹു ബാസ മിനൻ അംബിയ, അംബിയാക്കന്മാരിൽ അള്ളാഹു അയച്ചു അൽഫ കഖദീൻ മിഅത അൽഫിൻ വ അർബഅത ഇശ്റൂന അൽഫൻ, അതായത് അമ്പിയാക്കന്മാരിൽ അള്ളാഹ് അയച്ചത് 1,24,000 പേരാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. നിസ്ഫുഹും ഫി ബനി ഇസ്രായേൽ, ആ 1,24,000 പേരിൽ പകുതി പേരും ബനി ഇസ്രായേലിലാണ്. അതായത് അതിൽ എത്ര പേരുണ്ടാവും? 62,000 പേരും ബനു ഇസ്രായേലിലാണ്. ബാക്കി 62,000 വനിസ്ഫുഹും മിൻ സായിരിനാസ്, ബാക്കിയുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും. റസുലും മിൻഹും, അതിലെ ആ 1,24,000 നബിമാരിൽ മുർസലീങ്ങളായിട്ടുള്ളത് സലാസുമിയാത്തിൻ വ സലാസ അഷർ, അതിൽ 313 പേരാണ് മുർസലീങ്ങളുള്ളത്. ഔ 40 അഷർ അല്ലെങ്കിൽ 314, ഔ 50 അഷർ അല്ലെങ്കിൽ 315. ഇഖ്തിലാഫ് റിവായത്ത്, വ്യത്യസ്ത റിവായത്തുകൾ വ്യത്യസ്ത എണ്ണങ്ങളാണ് വന്നിട്ടുള്ളത്. 1,24,000 എന്നാണ് പ്രബലമായൊരു കണക്ക്. അതിൽ 313 നബിമാരും. വഖീല മിഅത അൽഫി വ അർബഅത വ ഇശ്റൂന അൽഫൻ, മറ്റൊരു കൗല് ഈ വിഷയത്തിലുണ്ട്. അതെന്താ? നബിമാർ 2,24,000 ആണെന്നാണ് അവരുടെ അഭിപ്രായം. കുല്ലു ഹാദ അഖ്വാലുൽ ഉലമ, ഇനി ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് വളരെ രസകരമായ ഒരു കാര്യമായിട്ടോ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കുല്ലു ഹാദ അഖ്വാലുൽ ഉലമ, ഇതൊക്കെ ഉലമാക്കളുടെ അഭിപ്രായമാണ്. വഹൈസു അന്നല്ലാഹു യഖൂൽ, എന്നാൽ അള്ളാഹ് പറയുന്നത് എന്താ? വറസുലൻ ഖദ് ഖസസ്നാഹും അലൈക മിൻ ഖബൽ, നിങ്ങൾക്ക് മുമ്പ് അയച്ച നബിമാരിൽ കുറേ ആൾക്കാരെ പറ്റി അങ്ങക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വറസുലൻ ലം നഖ്സുസും അലൈക്, എന്നാൽ നിങ്ങൾക്ക് മുമ്പ് അയക്കപ്പെട്ട കുറേ നബിമാരെ മുർസലീങ്ങളെ കുറിച്ച് അങ്ങക്ക് പറഞ്ഞു തന്നിട്ടില്ല.
അപ്പോൾ ലം നാരിഫ്, അപ്പോൾ ഷേഖുകൾ പറയാണ്, ഷേഖ് ബ്രാന്യാസങ്ങൾ പറയാണ്, പണ്ഡിതന്മാർ ഇങ്ങനൊക്കെ 1,24,000 2,24,000 എന്നൊക്കെ എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹ് ഖുർആനിൽ പറയുന്നത് ഒരു വിഭാഗത്തെക്കുറിച്ച് അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു വിഭാഗത്തെക്കുറിച്ച് അറിയിച്ചു കൊടുത്തിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ലം യാരിഫ്, എനിക്കറിയില്ല. ഐന തഹദി അഹദുൻ, എങ്ങനെയാണ് ഒരു മനുഷ്യന് കണ്ടെത്താൻ സാധിക്കാം ഈ മാരിഫത്തി അദദിഹിം, അവരുടെ എണ്ണത്തെ, ഫീഹിം മൻ കസ്സല്ലാ വഫീഹിം മൻ ലം യഖുസ്. കാരണം അള്ളാഹു ചില ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അള്ളാഹ് പറഞ്ഞിട്ടില്ലാത്ത വിഭാഗത്തിന് എങ്ങനെ നമ്മൾ കണ്ടെത്താൻ പറ്റുക? അപ്പം നമുക്ക് ചോദ്യം ഉണ്ടാവും, 1,20,000 24,000 നബിമാരല്ലേ ലോകത്തുള്ളൂ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ അനന്തരാവകാശികളായി 1,24,000 ഔലിയാക്കന്മാരല്ലേ ഉണ്ടാവുക? അങ്ങനെയാണെങ്കിൽ തിജാനികളൊക്കെ ഔലിയാക്കന്മാരാണെന്ന് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 1,24,000 അല്ലേ വരാൻ പാടുള്ളൂ എന്നൊക്കെ നമുക്ക് ചോദ്യം ഉണ്ടാവില്ലേ? അതിൻ്റെയൊക്കെ മറുപടിയാണിത്. ശൈഖുകൾ പറയണത് അങ്ങനെ ഒരു കണക്ക് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. 1,24,000 അമ്പിയാക്കന്മാരെ ഉള്ളൂ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. സംഭവമൊക്കെ ശരി തന്നെ, പക്ഷേ അങ്ങനെ അള്ളാഹു പറഞ്ഞത് അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല എന്നാണ്. കാരണം അള്ളാഹ് പഠിപ്പിച്ചെന്നത് കുറച്ചുണ്ട്, പഠിപ്പിക്കാത്തതുണ്ട്. അപ്പോൾ ഇത് പഠിപ്പിച്ചു തരാത്ത നമുക്ക് എങ്ങനെ മനസ്സിലാവുക? അതിൽ എണ്ണ നമുക്ക് എങ്ങനെയാണ് തിട്ടപ്പെടുത്താൻ പറ്റുക? അള്ളാഹ് പറഞ്ഞിട്ടില്ലാത്ത നമുക്ക് എങ്ങനെ തിട്ടപ്പെടുത്താൻ പറ്റും എന്നാണ് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു തങ്ങൾ പറയുന്നത്. അതിന് കുറച്ചും കൂടി ഒരു ആയത്തുള്ള വിശദീകരണ മഹാനുകൾ നൽകുകയാണ്. വൽ ഹഖു, ഇതിൻ്റെ സത്യം എന്താണെന്ന് പറഞ്ഞാൽ അന്നത്ത് അള്ളാഹു തബാറക തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല തജല്ല ബിസാഇരി അസ്മാഇ, അള്ളാഹു എല്ലാ അസ്മാവുകളിലും മുഴുവൻ അസ്മാവുകളിലും തജല്ലി ആക്കി അൽ അംബിയ, അംബിയാക്കന്മാർ മുകളിൽ. കുല്ലു ഇസ്മിൻ തജല്ല ഫി നബിയിൻ, ഓരോ നബിയിലും അള്ളാഹു ഓരോ ഇസ്മിൽ തജല്ലി ആയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ അസ്മാകളുടെ തജല്ലിയാണ്. ഓരോ നബിയും അള്ളാഹിൻ്റെ ഓരോ ഇസ്മിൻ്റെ തജല്ലിയാണ്. കമാ അന്ന കുല്ലു നബിയും തജല്ല ഫി വലിയും, ഏതുപോലെ ഓരോ വലിയും ഓരോ നബിൻ്റെ തജല്ലി ആയതുപോലെ ഓരോ വലിയും ഓരോ നബിൻ്റെ കദമിലാണല്ലോ. ഓരോ വലിയും ഇവിടെ ഓരോ നബിൻ്റെ തജല്ലിയാണ്. എല്ലാ ഔലിയാക്കന്മാരും ഒരേപോലെയല്ല, എല്ലാവരും വ്യത്യസ്ത. കാരണം ഓരോ വലിയും വേറൊരു നബിൻ്റെ തജല്ലി, എല്ലാം ഒരേപോലെയാണെന്ന് വിചാരിക്കരുത്. മഹാന്മാർ അബ്ദുൽ അസീസ് ഭാഗതങ്ങളൊക്കെ ഇവിടെ പറയുന്നത് കാണാം. നിങ്ങൾ ഏതെങ്കിലും ഒരു വലിയനെ മനസ്സിലാക്കിയിട്ട് ആ വലിയനെ പോലെയാണ് ബാക്കിയുള്ളവരൊക്കെ ഔലിയാക്കന്മാരുണ്ടാവുക എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാൾ വലിയ പൊട്ടനും മണ്ടനും ഉണ്ടാവില്ല. കാരണം ഒരു പൂന്തോട്ടത്തിൽ പൂ പറിച്ചിട്ട് ആ പൂവിനെ പോലെ ബാക്കിയുള്ള പൂവുകളൊക്കെ ഉണ്ടാവണം എന്ന് പറയുന്ന പോലെയാണത്. വ്യത്യസ്ത പൂവുകളായിരിക്കും, അതിൻ്റെ നിറവും കളറും അതിൻ്റെ വലുപ്പവും ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും അതുപോലെ വ്യത്യസ്തരാണ്, ഒരേപോലെ അല്ല. അപ്പോൾ ഒരു വലിയനെ പോലെയാണ് മറ്റേ വലിയ നിങ്ങൾ ചിന്തിച്ചു പോരുത്. അപ്പോൾ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ അവരെ അമ്പിയാക്കന്മാരെ കദമിലാണ്. എന്നാൽ അള്ളാഹിൻ്റെ അമ്പിയാക്കന്മാരൊക്കെ അള്ളാഹുവിൻ്റെ അസ്മാഹിൻ്റെ തജല്ലിയിൽപ്പെട്ടതാണ്. അദദുൽ ഔലിയായ വാദതുൽ അംബിയ, എല്ലാ അമ്പിയാക്കന്മാരും അമ്പിയാക്കന്മാരുടെ അതതിനനുസരിച്ച് തന്നെയാണ് ഔലിയാക്കന്മാരെ അതതുള്ളത്. അമ്പിയാക്കന്മാർ എത്ര ഉണ്ടോ അത്രത്തോളം ഔലിയാക്കന്മാരുണ്ടാവും. ലാ യരിഫും ഇല്ലല്ലാ, അവരുടെ എണ്ണം അള്ളാഹ്ക്കല്ലാതെ അറിയില്ല. അപ്പോൾ അമ്പിയാക്കന്മാരുടെ എണ്ണത്തിനനുസരിച്ച് ഔലിയാക്കന്മാരുണ്ടാവുള്ളൂ നമ്മൾ പറയും. അതായത് എല്ലാ കാലത്തും 1,24,000 ഔലിയാക്കന്മാരുണ്ടാവുക, അങ്ങനെയൊന്നുമില്ല. അള്ളാഹു ആണെങ്കിൽ 10 കോടി ഔലിയാക്കന്മാരുണ്ടാക്കിയാലും ഒരു കുഴപ്പമില്ല. കാരണം അള്ളാഹുവിൻ്റെ ആ കണക്ക് അള്ളാഹ്ക്കേ അറിയൂ, നമുക്കറിയില്ല. ലിഅന്നഹും അദദുൽ അസ്മാ, അതിന് കാരണം പറയാണ്. ലിഅന്നഹും അദദുൽ അസ്മാ, കാരണം അവരെ എണ്ണം അള്ളാഹിൻ്റെ അസ്മാകളുടെ എണ്ണത്തിനനുസരിച്ചാണ്. അമ്പിയാക്കന്മാർ അള്ളാഹുവിൻ്റെ അസ്മാവിൻ്റെ തജല്ലിയാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹിൻ്റെ അമ്പിയാക്കന്മാർ അള്ളാഹുവിൻ്റെ അസ്മാവിൻ്റെ എണ്ണത്തിനനുസരിച്ചാവണമല്ലോ. അപ്പോൾ ആ കസറത്തുൽ അസ്മാ, ഈ അള്ളാഹുവിൻ്റെ അസ്മാവിൻ്റെ എണ്ണം മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. താരിഫുഹു ബി അന്ന, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കുല്ല ദുർറത്തൻ മിനൽ വുജൂദ്, ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ അണുവും തജല്ല ഫീഹ ഇസ്മിൻ, അതിൽ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ് വെളിവായിട്ടുണ്ട്. അയുറു അല്ലദീ തജല്ല ഫി ഉഖ്റ, മറ്റൊരു അണുവിൽ വെളിവാക്കാത്തതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഓരോ അണുവിലും അള്ളാഹുവിൻ്റെ ഒരു തജല്ലി വെളിവായിട്ടുണ്ട്. അത് ആ ഒരു ഇസ്മിൻ്റെ തജല്ലിയാണ് വെളിവായത്, അത് വേറൊരു അണുവിൽ വെളിവായിട്ടില്ല. അപ്പോൾ എത്രത്തോളം അള്ളാഹുവിൻ്റെ അസ്മാകളുണ്ടാവും. കമാ അന്ന ഹദ്റത്ത ദാത്തി ലാ നിഹായത ലഹ, അള്ളാഹിൻ്റെ ദാത്ത്
അറ്റമില്ലാത്തതുപോലെ, വലാ യുഹീതു ബിഹാ അഹദുൻ, ഒരു മനുഷ്യനും അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുപോലെ, ഹദ്റത്തു സിഫാത്തു കദാലിക്, അള്ളാഹിൻ്റെ സിഫാത്തുകളും അതുപോലെ അറ്റമില്ലാത്തതാണ്, ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റൂല. ഹദ്റത്തുൽ അസ്മാ കദാലിക്, അതുപോലെ തന്നെ അള്ളാഹിൻ്റെ അസ്മാകളും ആർക്കും എത്തിപ്പെടാൻ പറ്റൂല. വൈദാ തജല്ലത്തുൽ അസ്മാഉ ഫിൽ അംബിയ, അള്ളാഹിൻ്റെ അസ്മാകളുടെ തജല്ലിയാണ് ഈ അമ്പിയാക്കന്മാരെങ്കിൽ, ഔ തജല്ലത്തുൽ ഹദ്റത്തുൻ നുബുവത ഫിൽ വിലായ ഔലിയ, ഔലിയാക്കന്മാർ ഈ അമ്പിയാക്കന്മാരെ തജല്ലിയാണെങ്കിൽ, ബക്കിയൽ അമ്രു അലാ മാഹുവാലി, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കൂട്ടാവുന്നതേ ഉള്ളൂ. അതായത് ഓരോ നബിമാരും അള്ളാഹുവിൻ്റെ ഇസ്മിൻ്റെ തജല്ലിയ. അള്ളാഹിൻ്റെ ഇസ്മിനെ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റൂല. അള്ളാഹിൻ്റെ ഇസ്മ എത്രത്തോളം ഉണ്ടെന്ന് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റൂല. അത്രത്തോളം വിശാലം അള്ളാഹിൻ്റെ അസ്മാകൾ. അപ്പോൾ അത് 1,24,000 നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ എത്രത്തോളം അള്ളാഹിൻ്റെ അസ്മാകളുണ്ടോ അത്രത്തോളം അള്ളാഹിൻ്റെ അമ്പിയാക്കന്മാരുണ്ട്. എത്രത്തോളം അള്ളാഹിൻ്റെ അമ്പിയാക്കന്മാരുണ്ടോ അത്രത്തോളം അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരുണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർക്കും എണ്ണയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, തിജാനികളൊക്കെ ഔലിയാക്കന്മാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,24,000 ഔലിയാക്കന്മാരല്ലേ ഉള്ളൂ, അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും എല്ലാ തിജാനികളും ഔലിയാക്കന്മാരാവാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്. നമ്മൾ ഈ 1,24,000 എന്നുള്ള കണക്ക് പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് കണക്കില്ല, അമ്പിയാക്കന്മാർക്ക് കണക്കില്ലാത്തതുപോലെ തന്നെ ഇത് പറയുന്നത് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് തങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി, 20-ാം നൂറ്റാണ്ടിലൊരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റണമെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഷെയ്ഖിൻ്റെ ഒക്കെ ഒരു വലുപ്പത്രയായിരിക്കും. ഇതൊന്നും സാധാരണ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ. സാധാരണ പണ്ഡിതന്മാരും തിരുത്തിയിട്ട് പറയതാ. ജലാലുദ്ദീൻ മഹല്ലി ഇങ്ങനെ പറഞ്ഞു, സുയൂത്ത് ഇങ്ങനെ പറഞ്ഞു, വലിയ പണ്ഡിതന്മാരങ്ങൾക്ക് പറഞ്ഞു. എന്നിട്ട് ഓരോട് ഷെയ്ഖ് പറയാ സംഭവമൊക്കെ എങ്ങനെയാണ്, ഖുർആനിൽ അങ്ങനെയല്ല പറയണത്. അങ്ങനെ പറയണമെങ്കിൽ ആ മനുഷ്യൻ്റെ 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആ മനുഷ്യൻ്റെ വലുപ്പത്രയായിരിക്കും. നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. പിന്നെ കല്ലമല്ലാഹു മൂസ തക്ലീമ, ഈ മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് സംസാരിച്ചതിനെ പറ്റി പറയാണ്. വക്കല്ലമല്ലാഹു മൂസ തക്ലീമ, അള്ളാഹു മൂസാനോട് നേരിട്ട് സംസാരിച്ചു. ബിലാ വാസിത്തൻ, ഒരു മധ്യവർത്തിയുമില്ലാതെ. നമുക്കൊക്കെ ഇനി ചോദ്യം ഉണ്ടാവും, മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് ഇങ്ങനെ സംസാരിക്കും, നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ സംസാരിച്ചതാണ് അതിൻ്റെ അർത്ഥം. എങ്ങനെയാണ് ആ സംസാരം? അതിനെ വിശദീകരിക്കുകയാണ് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് തങ്ങൾ. ഇന്ന അള്ളാഹു തബാറക വതആല കല്ലമ മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു സംസാരിച്ചു. ഇന്ദ ജബൽ തൂർ പർവ്വതത്തിൽ വെച്ചിട്ട്, തുരിസിന പർവ്വതത്തിൽ വെച്ചിട്ട്, മിൻ മുനാജാത്തിൻ, ഒരു സ്നേഹ സംഭാഷണം, സ്നേഹത്തോടു കൂടി അടുപ്പത്തിലുണ്ടാവുന്ന സംഭാഷണമല്ലോ, അങ്ങനത്തെ സംഭാഷണം നടത്തി. ബാദമാ ലറബ ഹിജാബൻ മിനദ്ദുൽമത്തി, ആ സംസാരത്തിൻ്റെ ഇടയിൽ അള്ളാഹു ഒരു മറ വെച്ചിട്ടുണ്ട്. വറാ സിത്തമയാത്തി ഫർസഹൻ, അതായത് 600 കാതം അകലെ ഒരു മറ വെച്ചിട്ടാണ് അള്ളാഹ് സംസാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ മറ ഉണ്ടെന്ന് അർത്ഥം, പൂർണ്ണമായ അള്ളാഹ് വെളിവായിട്ടില്ല. ഫതജല്ല മിനൂരിഹി, അള്ളാഹിൻ്റെ പ്രകാശം കൊണ്ട് വെളിവായി. വതനഹ ഷയാത്തീൻ, ആ സമയത്ത് ശൈത്താന്മാരൊക്കെ പിൻവലിഞ്ഞു. വൽ ജിന്നുകൾ പിൻവലിഞ്ഞു. വൽ വുഹൂഷ്, മൃഗങ്ങൾ പിൻവലിഞ്ഞു. ഹത്താ ഹശറാത്ത്, എത്രത്തോളം എന്ന് പറഞ്ഞാൽ പാറ്റകൾ വരെ, ഇൻസെക്റ്റ് എന്ന് പറയല്ല നമ്മൾ, പാറ്റകൾ വരെ പിൻവലിഞ്ഞു. ഫസമിയ മൂസാ നബി അലൈഹി സ്വലാം കേട്ടു കലാമുല്ലാഹു തബാറക വതആല, അള്ളാഹുവിൻ്റെ കലാമിൻ്റെ സംസാരത്തെ. ബിലാ ഹർഫിൻ, ആ സംസാരം ഇങ്ങനെ കേട്ടത് ബിലാ ഹർഫിൻ, ഒരു അക്ഷരവുമില്ല. വലാ സൗത്തിൻ, ഒരു ഉച്ചാരണവുമില്ല. വലാ കലിമത്തിൻ, ഒരു വാക്കുകളുമില്ല. അപ്പം അള്ളാഹിൻ്റെ സംസാരം തന്നെ ഇങ്ങനെ നമ്മൾ മൂസ എന്ന് പറയുന്ന പോലെ സംസാരമെന്നല്ല, എല്ലാന്നുമല്ല. അത് വാക്കുകൾ കൊണ്ടുള്ള സംസാരമല്ല, അത് ഹർഫുകൾ കൊണ്ട് സംസാരമല്ല, ശബ്ദം കൊണ്ടുള്ള സംസാരമല്ല. അത് അള്ളാഹുവിൻ്റെ മാരിഫത്തിൻ്റെ തലത്തിൽ അള്ളാഹുവിനെ അനുഭവിക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനെ അനുഭവിച്ചൊരു കാര്യമാണ്, അല്ലാതെ നമ്മളിങ്ങനെ പറയുന്ന പോലെ സംസാരമല്ല അത്. വഹാദ കലാമു കാല മൂസ, ഈ കലാമിനെ കുറിച്ചാണ് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്. ഇന്നഹു അഷദ്ദ അലൈഹി മിൻ റുഊദ്, ആ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ അതെനിക്ക് ഭയങ്കര കഠിനമായി തോന്നുമായിരുന്നു. ഏതിനേക്കാളും റൂദ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിമിന്നലുണ്ടല്ലോ, ഇടി വെട്ടുന്നത്, അതിനേക്കാളും ശക്തിയുള്ളതായിരിക്കും അനുഭവപ്പെടുമായിരുന്നു. തവാറതു അലൈ, അതിനിലേക്ക് ഇങ്ങനെ അടിച്ചിങ്ങനെ ഇടി വെട്ടുമ്പോൾ നമ്മൾ മുന്നിലേക്ക് അടിക്കൂലേ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. എന്നാൽ അത് ഭയങ്കര പേടിപ്പെടുത്തുന്നത് മാത്രമല്ല, ഇതൊരു പേടിപ്പെടുത്തുന്ന ഒരു ഫീലിംഗ് ആണല്ലോ പറഞ്ഞത്. എന്നാൽ പേടിപ്പെടുത്തുന്നത് മാത്രമല്ല, അലദ്ദുമിൻ ലദ്ദത്തുൽ ജിമാ, എന്നാൽ എനിക്കതിൽ നിന്ന് കിട്ടുന്നൊരു ആസ്വാദനമുണ്ട്. അള്ളാഹുവിൻ്റെ
ആ ഒരു കലാമിനെ കേൾക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നൊരു ആസ്വാദനം എന്താ? മിൻ ലദ്ദത്തിൽ ജിമാ. അത് നമ്മൾ ഭാര്യമാരുമായി ഇണചേരുന്ന സമയത്ത് അനുഭവപ്പെടുന്ന അനുഭവത്തിനേക്കാളും രസത്തിനേക്കാളും വലിയ രസമാണ്. എത്ര മടങ്ങ് രസം? ബി അശ്റത്തി ആലാഫി അഫൻ, 10,000 മടങ്ങ്. അപ്പോൾ ഇണചേരുന്ന സമയത്ത് അനുഭവപ്പെടുന്ന രസത്തിനേക്കാളും 10,000 മടങ്ങ് രസമായിരുന്നു അള്ളാഹിൻ്റെ ശബ്ദം അനുഭവിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അത് അനുഭവിക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ജലാലും അതുപോലെയായിരുന്നു, ഇടിവെട്ടൽ ഇങ്ങനെ അനുഭവിക്കുന്നത് പോലെ. ഇതൊക്കെ ഒരു മഹബത്തിൻ്റെ വാക്കുകളാണ്. അത് അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ മഹബത്ത് ഉണ്ടാവണം. നമുക്കൊരാളുടെ ശബ്ദം കേൾക്കുമ്പോൾ ബാഹ്യമായി പറയാം ഭയങ്കര ആസ്വാദനം തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരോടുള്ള മഹബത്ത് കൊണ്ട് ഉണ്ടായിത്തീരുന്നതാണ്. ആദ്യം മഹബത്ത് ഉണ്ടായാലേ ഈ സംഭവങ്ങളൊക്കെ അനുഭവപ്പെടുള്ളൂ. നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ ആസ്വദിക്കാൻ ഇങ്ങനെ ഇതിനേക്കാളൊക്കെ നല്ല രസം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അള്ളാഹിൻ്റെ ശബ്ദം കേട്ടാൽ സുഖം ഉണ്ടാകുമായിരുന്നു. നമ്മൾ ഈ സുഖം തേടിയിട്ടാണ് പോകുന്നത്. അതിൻ്റെ അപ്പുറത്തെ വാക്കുമ്പോൾ കേൾക്കില്ല. അതിന് ജലാലും ഉണ്ട്, ജമാലും ഉണ്ട്, രണ്ടും ഉണ്ട്. ഇടിമിന്നലിനേക്കാളും പേടിപ്പെടുത്തുന്നതുമാണ്. നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാളും 10,000 മടങ്ങ് ആസ്വാദനം നൽകുന്നതാണ്. രണ്ടുമാണ് ആ ഒരു കേൾവി. ഇനി വഹുവ യസ്മഉ ബികുല്ലിയത്തി. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ കേട്ടത് ചെവി കൊണ്ട് മാത്രമൊന്നല്ല. വഹുവ യസ്മഉ ബികുല്ലിയത്തി, അവരുടെ ശരീരം മൊത്തം കൊണ്ട് കേട്ടു. കുല്ലു ദാത്തിഹി സാറത്ത് സമഅൻ, അവരുടെ ശരീരം മൊത്തം അതിനോട് കേൾക്കുന്ന രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. യസ്മഉ കലാമ മിൻ കുല്ലി ജിഹത്തിൻ, എല്ലാ ഭാഗത്തുകൂടിയും കേട്ടു, ഒരു ഭാഗത്തൂടെ മാത്രമല്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ മൂസാ നബി അലൈഹി സ്വലാം ഇങ്ങനെ സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ രണ്ടാൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ കഥ പറയുന്ന പോലെ നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല മൂസാ നബി അലൈഹി സ്വലാം സംസാരിച്ചത്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സംസാരത്തിൻ്റെ മാധുര്യവും അതിൻ്റെ ജലാലും പറഞ്ഞു. ആ സംസാരം പിന്നെ അവിടുന്ന് കേട്ടത് ചെവി കൊണ്ട് മാത്രമല്ല, ശരീരം കൊണ്ട് മൊത്തമാണ്. അങ്ങനെ കൈ കൊണ്ട് കേൾക്കുക, കാലുകൊണ്ട് എങ്ങനെ കേൾക്കുക, മുടി കൊണ്ട് എങ്ങനെ കേൾക്കുക, ചെവി കൊണ്ട് എങ്ങനെ കേൾക്കുക, കേൾക്കുന്നതിനെ പോലെ ഇതുകൊണ്ടൊക്കെ എങ്ങനെ കേൾക്കുക, മൂക്കുകൊണ്ട് എങ്ങനെ കേൾക്കുക. അതായത് ഇവിടെയുള്ള ഒന്നും, ഈ പ്രപഞ്ചത്തിലെ ഒന്നും മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹുവിൻ്റെ സംസാരമായിട്ടല്ലാതെ മൂസാ നബിക്ക് ഫീൽ ചെയ്തില്ല എന്നതിൻ്റെ അർത്ഥം. മൂസാ നബി അലൈഹി സ്വലാം ഒരു കല്ലിൻ്റെ മുകളിൽ ചവിട്ടുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന അനുഭവം, മൂസാ നബി അലൈഹി സ്വലാം ഒരു കൈ കൊണ്ട് ഒരു വസ്തുവിനെ തൊട്ടാൽ മൂസാ നബി അലൈഹി സ്വലാമിന് അനുഭവിക്കുന്ന അനുഭവം, മൂസാ നബി അലൈഹി സ്വലാം ഒരു ഭക്ഷണം രുചിച്ചാൽ ആ ഭക്ഷണം നാവിൽ വെച്ചാൽ മൂസാ നബി അലൈഹി സ്വലാമിന് അനുഭവിക്കുന്ന അനുഭവം, മൂസാ നബി അലൈഹി സ്വലാം കണ്ണുകൊണ്ട് കാണുന്ന സമയത്ത് അവർക്ക് അനുഭവപ്പെടുന്നൊരു അനുഭവം ഉണ്ടല്ലോ, അതുകൊണ്ട് വരുമ്പോൾ ഉണ്ടാവുന്ന അനുഭവം. അതുപോലെ തന്നെ ചെവി കൊണ്ട് കേട്ടാൽ ചെവി കൊണ്ട് ഉണ്ടാവുന്ന അനുഭവം, ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പിനുകൊണ്ട് അനുഭവിക്കുന്ന അനുഭവം, അതുപോലെ വിശപ്പ് മാറുമ്പോൾ അനുഭവിക്കുന്ന അനുഭവം, ഉറക്കം അനുഭവിക്കുന്ന അനുഭവം, ഉറക്കം മാറുന്ന അനുഭവം കൊണ്ട് അനുഭവിക്കുന്ന അനുഭവം, ശരീരം കൊണ്ട് അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളും ചേർന്നതാണ് അള്ളാഹുവിൻ്റെ ആ കേൾവി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ കേൾവി അതിന് പേരിട്ടുന്നുള്ളൂ. അത് ശരിക്കും അള്ളാഹൻ അനുഭവിക്കലാണ്. എല്ലാം കൊണ്ടും അവർ അള്ളാഹൻ അനുഭവിക്കുന്നു. അല്ലല്ലാത്ത ഒന്നിനെ അവർ പിടിക്കുന്നില്ല, അല്ലല്ലാത്ത ഒന്നിലേക്ക് അവർ നടക്കുന്നില്ല, അല്ലല്ലാത്ത ഒന്നിനെ അവർ നോക്കുന്നില്ല, അല്ലല്ലാത്ത ഒന്നിനെ അവർ കേൾക്കുന്നില്ല, അല്ലല്ലാത്ത ഒന്നിനെ അവർ രുചിക്കുന്നില്ല, അല്ലല്ലാത്ത ഒന്നിനെ അവർ മണക്കുന്നില്ല, അല്ലല്ലാത്ത ഒന്നിലേക്ക് അവർ പോകുന്നില്ല, അല്ലല്ലാത്ത ഒന്നിലായി അവർ കിടക്കുന്നില്ല, അല്ലല്ലാത്ത ഒന്നിലായി അവർ എണീക്കുന്നില്ല, അല്ലല്ലാത്ത ഒന്നിലായി അവർ വിഷമിക്കുന്നില്ല, അല്ലല്ലാത്ത ഒന്നിലായിട്ട് അവർ ആസ്വദിക്കുന്നില്ല, സന്തോഷിക്കുന്നില്ല, അല്ലല്ലാത്ത ഒന്നിലായിട്ട് അവർ ചിരിക്കുന്നില്ല, അല്ലല്ലാത്ത ഒന്നിലായിട്ട് അവർ കരയുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. പക്ഷെ അവിടെ അള്ളാഹുവും ആ അടിമയും തമ്മിൽ നേരിയൊരു മറയുണ്ട്. അപ്പോൾ അതിനെ കേൾവി എന്ന് പേരിട്ടെന്ന് മാത്രം, അല്ലാതെ ആ ചെവി കൊണ്ട് ഇങ്ങനെ കേട്ടിരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അതൊരു ആത്മീയമായ ഒരു അനുഭവത്തിന് പറയുന്ന പേരാണ്. അതുകൊണ്ടാണ് കുല്ലു ദാത്തിഹി സാറത്ത് സമാൻ, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മുഴുവൻ ശരീരവും അവിടുത്തെ കേൾവിയായി മാറി എന്ന് പറയാൻ സാധനം. ഇത് നമ്മൾ മാരിഫത്തിലേക്കൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് അനുഭവിക്കുന്ന അനുഭവം ഇതിൻ്റെ ഒക്കെ ഒരു തജല്ലിയാണ്. നമുക്കങ്ങനെ ആ ഒരു ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ യസ്മ കലാമു മിൻ കുല്ലി ജിഹത്തിൻ, അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിൻ്റെ കലാമിനെ കേട്ടു എല്ലാ ഡയറക്ഷനിലും, എല്ലാ ഭാഗത്തുനിന്നും. ലൈസ ലഹു ജിഹത്തും, എന്നാൽ പിന്നെ അള്ളാഹ്ക്കൊരു ദിശ ഉണ്ടോ? അതില്ലേനും. അള്ളാഹിനെ എല്ലാ ദിശയിലൂടെ കേൾക്കുന്നു എന്ന് പറയും, എന്നാൽ അള്ളാഹ്ക്ക് ദിശ ഉണ്ടോ? ഇല്ല. കാരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞു വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ് അയ്നമാ തവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്. അള്ളാഹിൻ്റെ ആണ് കിഴക്കും പടിഞ്ഞാറും, എങ്ങോട്ട് നോക്കിയാലും നിങ്ങൾക്ക് അള്ളാഹിൻ്റെ മുഖം മാത്രമേ കാണുള്ളൂ. ഈ ഒരു ഫീലിംഗ് തന്നെയാണ് മൂസാ നബിക്ക് ഉണ്ടായത്.
അല്ലാതെ വേറെ ഇങ്ങനെ ഒരാളോട് ഇങ്ങനെ പോയിട്ട് കുറച്ചിങ്ങനെ ഫോണിൽ സംസാരിക്കണ പോലെ അള്ളാഹ് എനിക്കൊരു കാര്യം പറയാണ്ട് നിങ്ങളോട് അതെങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ പറയലല്ല. എന്നാൽ അങ്ങനെ പറയാത്തതുമല്ല, ആ പറച്ചിലൊക്കെ അതിൻ്റെ ഭാഗമാണ്. അത് മാത്രമല്ല, അതൊന്നും എല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രത്യേക രൂപത്തിലൊരു അനുഭവത്തിൻ്റെ പേരാണ് അള്ളാഹു മൂസാ നബിയോട് സംസാരിച്ചു എന്ന് പറയുന്നത്. ലൈസ ലഹു ജിഹത്തുൻ, അതിനൊരു ദിശയില്ല, വലാ ഹർഫുൻ, ഒരു അക്ഷരമില്ല, വലാ ലുഗത്തുൻ, ഒരു ഭാഷയില്ല, വലാ സൗത്തുൻ, ഒരു ശബ്ദമില്ല. ഒരു ശബ്ദവും ഭാഷയും ഒന്നും ഇല്ലാത്തതാണ്. എന്നാൽ ശബ്ദവും ഭാഷയൊക്കെ അതിലുള്ളതാണ്, അതിനും ശബ്ദവും ഭാഷയും ഒക്കെ ഉൾപ്പെടുന്നതാണെന്ന ശബ്ദവും ഭാഷ എല്ലാനും അങ്ങനത്തെ ഒരു സാധനം. അതാ കലാമുള്ള, ഇതാണ് അള്ളാഹിൻ്റെ കലാം. ഇത് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു തങ്ങൾക്കൊക്കെ അല്ലാതെ ആർക്കും അതൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുക? വക്കീല ലഹു, ഇനി പറയുന്ന വാക്കാരസട്ടോ. വക്കീല ലഹു, തൂരിസീന പർവ്വതത്തിൽ വെച്ചിട്ട് മൂസാ നബീനോട് ചോദിക്കപ്പെട്ടു, അയിന മൂസ, മൂസ എവിടെയെന്ന്. അപ്പോൾ കാല, അപ്പോൾ മൂസാ നബി പറഞ്ഞു, ലൈസത്ത് മൂസ, മൂസ ഇവിടെ ഇല്ല, വല ആരിഫ് മൂസ, എനിക്ക് മൂസാൻ അറിയില്ല. നമ്മൾ അള്ളാഹുലായി ഫനായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ആളുകളോട് ചോദിക്കും, ഫനായുള്ള ഒരു മനുഷ്യനോട് നമ്മൾ ചോദിച്ചാൽ, ഒരാൾ മൂസ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെങ്കിൽ, മൂസ എവിടെയെന്ന് ചോദിച്ചാൽ മൂസ ഇല്ല എന്ന് അവർ പറയും. മൂസൻ എനിക്ക് അറിയുമെന്ന് ചോദിച്ചാൽ മൂസൻ എനിക്ക് അറിയില്ല എന്ന് പറയും. ഇതൊന്നും നമ്മളായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. അങ്ങനെ ഒരു അനുഭവം ഒരാൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ മഹത്തുക്കളായ പഴയ ആളുകൾക്കൊക്കെ അനുഭവിച്ചതാണ്. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനെ കേട്ടു എന്ന് പറഞ്ഞാൽ ആ കേൾവി മൂസാ നബീനെ പ്രാപ്തനാക്കിയത് ഈ ഒരു ഹാലാണ്. എന്താ ഹാല്? മൂസാ നബീനെ കണ്ടില്ല. മൂസാ നബിക്ക് അവിടെ മൂസാ നബിയിലൂടെയും ചുറ്റുപാടിലൂടെയും ഒക്കെ അള്ളാഹിനെ അനുഭവപ്പെട്ടിട്ടുള്ളൂ. മൂസാ നബിക്ക് മൂസാ നബീനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അനുഭവപ്പെടില്ല, അള്ളാഹിനെ കേൾക്കാനും പറ്റൂല. മൂസാ നബിനെ കാണാൻ പറ്റും. പക്ഷെ പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു ലയനം അവിടെ സംഭവിച്ചില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു മറ വന്നു എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ കേൾവിയായി മാത്രം അതിനെ ചുരുക്കിയത്. വിശ്വാസങ്ങൾ കണ്ടതുപോലെ എന്ന് പറയാൻ പറ്റില്ല. അപ്പം വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, വിശ്വാസങ്ങളെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന് അവിടെ ഒരു ചെറിയല്ല കുറച്ച് പിന്നോട്ടാണ് ആ കാഴ്ച. അതിനുകൊണ്ട് അവിടെ മറ എന്ന് വന്നു മാത്രം. യഥാർത്ഥത്തിൽ അവിടെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഒരു ആത്മീയമായ അനുഭവമായിരുന്നത്. അവൻ മൂസാ നബിനോട് ചോദിച്ചു, അയിന മൂസ എവിടെ? തുരിസിന പർവ്വതത്തിൽ ചോദിക്കപ്പെട്ടു, മൂസ എവിടെ? അപ്പോൾ കാല ലൈസത്ത് മൂസ, എനിക്കറിയാം മൂസ എവിടെ, എനിക്കറിയില്ല, ഞാൻ മൂസ ഒന്നല്ല, വല ആരിഫ് മൂസ, എനിക്ക് മൂസനെ അറിയുന്നില്ല. ആ ഒരു അവസ്ഥയിലായിട്ടും മൂസാ നബി അലൈഹി സ്വലാം മാറി. അപ്പം അനുഭവിച്ചതാണ് ഇതൊക്കെ. ആദാ ഇന്ത തൂരിസിന പർവ്വതത്തിൽ വെച്ച് സംഭവിച്ചതാണ്. ഇതാ കാണത്ത് ഹാദിഹിൽ മുനാജ, ഇതാണ് മൂസാ നബി അലൈഹി സ്വലാം അനുഭവിച്ച ആ ഒരു സ്നേഹ സംഭാഷണമെങ്കിൽ മഖാമിൻ റഫീൻ, അത് അള്ളാഹിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ഒന്നാണ്. വൽ മുനാജാത്തുല്ലതി സാഹിബുഹ, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടല്ലോ, റസൂലുള്ളാഹി അനുഭവിച്ച മുനാജാത്ത് എപ്പോ തജാവസ സമാവാതി സബ, ആകാശങ്ങളും കടന്ന്, വൽ അർഷും കടന്ന്, കുർസിയും കടന്ന്, തജാവസു മഖാം, അങ്ങനെ എല്ലാ മഖാമുകളും കടന്ന്, ധന അള്ളാഹുമായിട്ടടുത്ത്, വതദല്ല പിന്നെയും കൂടുതലടുത്ത്, വക്കാന കാബ കൗസൈനിലേക്കടുത്ത്, അതും കഴിഞ്ഞ് ഇലാ മഖാമിൽ, അതിനേക്കാൾ അടുത്ത അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച മുനാജാത്തുണ്ടല്ലോ, ഫദാലിക മഖാമുൻ അർഫഉ മിൻ ഹാദൽ മഖാം, അത് ഇതിനേക്കാളൊക്കെ ഏറ്റവും ഉന്നതമായ മഖാമാണ്. അപ്പം നമ്മൾ മൂസാ നബി അള്ളാഹിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ രണ്ടാൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു നമ്മൾ ഫീൽ ചെയ്യുന്ന ഒന്നല്ല. അവിടെ മൂസാ നബിനെ കാണാൻ പറ്റിയിട്ടില്ല. മൂസാ നബിൻ്റെ എല്ലാ ദിശകളിലൂടെയും, മൂസാ നബിൻ്റെ എല്ലാ അവയവങ്ങളിലൂടെയും, മൂസാ നബിൻ്റെ എല്ലാ കാഴ്ചകളുടെ അനുഭവങ്ങളിലൂടെയും മൂസാ നബി അള്ളാഹിനെ മാത്രമേ കേട്ടിട്ടുള്ളൂ, അനുഭവിച്ചിട്ടുള്ളൂ. അതാണ് മൂസാ നബിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ, കേൾവി എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് മൂസാ നബിൻ്റെ കേൾവിയെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്താണ് റസൂലുള്ളാഹി അള്ളാഹിനെ കണ്ടത്. അപ്പോൾ ആ കാഴ്ച എന്തായിരിക്കും? അത് ഏറ്റവും വലിയതാണ്. വറുസുലൻ അർസൽനാ റുസുലൻ മുബശ്ശിരീൻ, അങ്ങനെ മുർസലീങ്ങൾ അള്ളാഹു അയച്ചു മുബശ്ശിരീങ്ങളായിട്ട്, ബിസവാബി മൻ ആമന, അവരെ വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലം കിട്ടുമെന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ട്, വൽ മുന്തിരീൻ, അതുപോലെ താക്കീത് നൽകുന്നവരായിട്ട്, ബിൽ യഖാബ്, ശിക്ഷയെക്കുറിച്ച്, മൻ കഫറ, അവരെ അവിശ്വസിച്ചവരെ, വാർസൽനാഹും, പിന്നെ അവരെ അയച്ചതിൽ അല്ലാ യഖൂൽ ലിന്നാസ് അലല്ലാഹി ഹുജ്ജത്തുൻ തഖൂലു ബഅദ റസൂൽ, ഈ മുർസലീങ്ങൾക്ക് ശേഷം അവരൊരു ന്യായവുമായി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അർസലല്ലാഹു റസുലൻ ഖത്അൻ ലിമുഅദിറത്തി, അവരുടെ ഒരു ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മുർസലീങ്ങളെ അയച്ചത്. അങ്ങനെയുണ്ടല്ലോ, ഒരു റസൂലിനെ അയച്ചിരുന്നെങ്കിൽ നന്നായിനും
അങ്ങനെ ആയിരുന്നു നമ്മളൊക്കെ ചെയ്യായിരുന്നു, റസൂലിനെ അയക്കാത്തതുകൊണ്ടല്ലേ എന്നവർ പറയാതിരിക്കാനാണ്. സമ്മാഹു അള്ളാഹു ഹുജ്ജത്തൻ തഖറുമൻ, ഇവിടെ അള്ളാഹു ന്യായം എന്ന് പറഞ്ഞത് നമ്മൾ ബഹുമാനിച്ചിട്ട് പറഞ്ഞതാ. മനുഷ്യന്മാർ ഒരു ന്യായം പറയാതിരിക്കാന്നാണ് മനുഷ്യന്മാരെ ബഹുമാനിച്ചിട്ട് ഹുജ്ജത്തൻ ന്യായം എന്ന് പറഞ്ഞത്. ലൈസലിൽ അബുദി അൻ യജിദു ഹുജ്ജത്തൻ, അടിമൻ സമയത്തോളം അള്ളാഹിന്റെ മുമ്പിൽ ന്യായം പറയാനൊന്നും അടിമക്ക് അവകാശമില്ല. യഹ്തജു ബിഹ അല അതല്ല, അള്ളാഹിനോട് മത്സരിച്ചിട്ട് ഇങ്ങനെ ന്യായം പറയാനൊന്നും അടിമക്ക് അവകാശമില്ല. പക്ഷേ ന്യായമെന്ന് പറഞ്ഞാൽ അടിമനെ ബഹുമാനിച്ചുകൊണ്ട് പറഞ്ഞു. വലാക്കിൻ ലമ്മ കഥാ ഉദറത്തുഹും ഹൈഫ അന്നഹും ലം യഅതീഹും റസൂൽ, കാരണം ഒരു റസൂലിനെ അവർക്ക് അയച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു ലഖാലു ലൗല അർസൽത ഇലൈനാ റസൂലൻ, അവർ പറയും. മറ്റൊരു ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ലൗല അർസൽത ഇലൈഹി റസൂലൻ, നമ്മളിലേക്ക് ഒരു റസൂലിനെ അയച്ചിട്ടുണ്ടെങ്കിൽ ഫനത്തബി ആയാത്തി, അവരുടെ ദൃഷ്ടാന്തങ്ങൾ പിന്തുടരുമായിരുന്നു. മിനക്കൂനുമിൽ മൊമിനീൻ, നമ്മൾ മൊമിനീങ്ങളിൽ പെടുമായിരുന്നു എന്ന് അവർ ഒരു ഉദർ പറയാൻ ചാൻസ് ഉണ്ട്, ഒരു ഒഴിവുകഴിവ് പറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് റസൂലിനെ അയച്ചത്. വാസല്ലാഹു ആദിഹർ റസൂൽ, അള്ളാഹു ഈ മുർസലീങ്ങളൊക്കെ അയച്ചത് ലിഖത്താലിക്കൽ ഉദർ, ഈ ഒരു ഉദറിനെ, ഈ ഒരു ഒഴിവുകഴിവ് പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. വക്കാന അള്ളാഹു അജീജൻ ഫി മുൽക്കിഹി ഹക്കീമൻ സുനുഹു, അള്ളാഹു താല അവൻ്റെ അധികാരത്തിൽ പ്രതാപിയാണ്. ഹക്കീമൻ സുനുഹു, അവൻ്റെ പ്രവർത്തനത്തിൽ അവൻ യുക്തിമാനുമാണ്. അള്ളാഹു തബാറക താല ഹലക്കൽ ഇൻസാൻ, അള്ളാഹു സുബ്ഹാനഹു താല സൃഷ്ടികളെ മനുഷ്യനെ പഠിച്ചപ്പോൾ മുജഅല ഹു അലൈഹി ഹാദി സൂറ, അള്ളാഹു ഈ രൂപം അവന് വെച്ചു കൊടുത്തു. ഇന്നല്ലാഹു ഹലക്ക ആദം അലാ സൂറത്തി, അള്ളാഹു ആദം നബി അലൈഹി സ്വലാമിന് അവൻ്റെ തന്നെ രൂപം കൊടുത്തു. മയ്യദു വൻ സായിരി അഷ്യായി, അള്ളാഹു സുബ്ഹാനഹു താല മനുഷ്യന്മാരെ മറ്റെല്ലാ വസ്തുക്കളിൽ നിന്ന് വേർതിരിച്ചു. ബി അന്നലഹു അഖ്ലൻ, അവർക്ക് ബുദ്ധി അള്ളാഹു കൊടുത്തു. വലഹു ബസറൻ നാഫിദൻ, തുളഞ്ഞു കയറുന്ന തീക്ഷ്ണമായ കാഴ്ച കൊടുത്തു. വലൈസ ബസറു കൽ ബസറുൽ ഹയവാനാത്ത്, അവരുടെ കാഴ്ച ജീവികളുടെ പോലത്തെ കാഴ്ചയല്ല. വാൻ തുബിസിറു, നിങ്ങൾ കാണും. ഹയവാൻ തുബിസിറു ഇബിസിറു, ജീവികളും കാണും. വലാക്കിൻ അൻത തുബിസിറു, എന്നാൽ നിങ്ങൾ കാണുമ്പോൾ തൊമയ്യുസു മാ തുബിസിറു, നിങ്ങൾ കാണുന്നതിന് നിങ്ങൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഹാദാ ഇൻസാൻ, ഇത് മനുഷ്യനാണ്. ഹാദാ ഹജറുൻ, ഇത് കല്ലാണ്. ഹാദാ ഷെയ്ഉൻ നഖാഫുഹു, ഇത് ഞാൻ ദേഷ്യം പിടിക്കുന്ന വസ്തുവാണ്, ഇനി പേടിക്കേണ്ട വസ്തുവാണ്. ഹാദാ ഷെയ്ഉൻ ഉഹിബ്ബുഹു, ഇത് ഞാൻ സ്നേഹിക്കേണ്ട വസ്തുവാണ്. ഹാദാ ഷെയ്ഉൻ ആരിഫുഹു, ഇത് ഞാൻ അറിയേണ്ട വസ്തുവാണ്. ഹാദാ ഷെയ്ഉൻ ലാ ആരിഫുഹു, ഇത് എനിക്ക് അറിയുന്ന വസ്തുവാണ്, ഇത് അറിയാത്ത വസ്തുവാണ്. ഹാദാ അബിയലുൻ, ഇത് വെളുത്ത വസ്തുവാണ്. ഹാദാ അസ്വദുൻ, ഇത് കറുത്ത വസ്തുവാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ കാണുമ്പോൾ വേർതിരിച്ചെല്ലാം മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ജീവികൾക്കും വേർതിരിവ് അറിയില്ലേ? ചിലതൊക്കെ അറിയും, പക്ഷെ അതെന്ത് അവരുടെ ജീവിതത്തിന് വേണ്ടി മാത്രം, അത്രയേ ഉള്ളൂ. അവരെ പഠിപ്പിക്കപ്പെട്ട, അവർ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ വേർതിരിവുകൾ അവർക്ക് അറിയുള്ളൂ. മനുഷ്യന്മാർക്ക് അറിയുന്ന പോലെ അറിയില്ല. മനുഷ്യന്മാർക്കെല്ലാം മനസ്സിലാവും. മനുഷ്യന്മാർക്കുള്ള ബുദ്ധി കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഏതിനാണ് പേടിക്കേണ്ടത്, ഏതിനാണ് സ്നേഹിക്കേണ്ടത്, ഏതിനാണ് അവർക്ക് അറിയുക, ഏതിനാണ് അറിയാത്തത്, ഏതാണ് കറുത്തത്, ഏതാണ് വെളുത്തത്, എല്ലാം അവർക്ക് അറിയാം. വലഹു സമൂൻ കദാലിക നാഫിദുൻ യസ്മോ, അതുപോലെ തന്നെ അവർക്ക് അള്ളാഹു ഒരു കേൾവി കൊടുത്തിട്ടുണ്ട്. അതും തീക്ഷ്ണമായ തുളഞ്ഞു കയറുന്ന കേൾവിയാണ്. ഹാദിയുൽ ലുഗത്തുൻ ആരിഫുഹ, അവർ പറയും ഇത് എനിക്കറിയുന്ന ഒരു ഭാഷയാണ്. വലുഗത്തുൻ ലാ ഒരിഫുഹ, ഇതെനിക്ക് അറിയാത്ത ഭാഷയാണ്. ഹാദാ കലാമുൻ യതവജ്ജഹു, ഇത് ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. ഹാദാ കലാമുൻ തുഹിബ്ബുഹു, ഇത് ഞാൻ സ്നേഹിക്കുന്ന ഒരു വാക്കാണ്. ഹാദാ കലാമുൻ ലാ തുഹിബ്ബു, അതെനിക്ക് ഇഷ്ടമുള്ള വാക്കാണ്, ഇത് എനിക്ക് ഇഷ്ടമല്ലാത്ത വാക്കാണ്. കലാമുൻ യഹ്താജുൽ ജവാബ്, ഇത് ഞാൻ മറുപടി പറയേണ്ട വാക്കാണ്. ലാ യഹ്താജുൽ ജവാബ്, ഇത് ഞാൻ മറുപടി പറയേണ്ടതില്ലാത്തൊരു വാക്കാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇതും മൃഗങ്ങൾക്ക് മനസ്സിലാവില്ല. മൃഗങ്ങൾക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാവും. ബാക്കി ഇങ്ങനത്തെ വിശാലമായ രൂപത്തിലുള്ള കേൾവി അവർക്ക് കൊടുത്തിട്ടില്ല. കൽബുൻ, അതുപോലെ തന്നെ മനുഷ്യൻ അള്ളാഹു കൊടുത്തിട്ടുണ്ട് കൽബിന് ഒരു ഹൃദയം. യുമയ്യിസു കുല്ലു ഷൈഇൻ, എല്ലാത്തിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഹൃദയം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. വാക്കുലുൻ യുദ്രിക്കു കുല്ലു ഷൈഇൻ, എല്ലാ വസ്തുവിനെയും പറ്റി ചിന്തിക്കാൻ പറ്റുന്ന ഒരു ബുദ്ധിയും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഫലമ്മാ കാനൽ ഇൻസാനു ബിഹാദി സൂറ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ രൂപത്തിൽ അള്ളാഹു മനുഷ്യനെ പഠിച്ചപ്പോൾ കാനമിൻ ഹഖ്ഖിഹി അൻ യഅരിഫ അല്ലാഹു തആല തബാറക തആല, ഈ പടപ്പ് തന്നെ അവരെ അള്ളാഹുവിനെ തൊട്ട് അറിയുന്നതിന് തൊട്ട് അവരെ പ്രാപ്തനാക്കുന്നുണ്ട്. അതായത് അവർക്ക് ബുദ്ധി കൊടുത്തു, അവർക്ക് കാഴ്ച കൊടുത്തു, കേൾവി കൊടുത്തു, ഹൃദയം കൊടുത്തു. ഇതന്നെ മതി അള്ളാഹിനെ അവർക്ക് മനസ്സിലാക്കാൻ.
ബിദൂനി വാസിത്തെ റുസുൽ, ഒരു റസൂലിൻ്റെ ആവശ്യം ശരിക്കും അവർക്കില്ല. അള്ളാഹ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ റസൂലിൻ്റെ ആവശ്യമില്ല. എന്നെ പടച്ച റബ്ബുണ്ടെന്ന് മനസ്സിലാക്കാൻ റസൂലിൻ്റെ ആവശ്യമില്ല എന്നർത്ഥം. അതിലേക്ക് അവർ എത്തിച്ചേരും. അതുകൊണ്ടല്ലേ മുർസലീങ്ങളൊന്നും പിന്തുടരാത്തവരും ഇങ്ങനെ ഹക്കനെ അന്വേഷിച്ച് നടന്ന് കുറേ തപസ്സൊക്കെ ചെയ്താലും ബുദ്ധി കൊണ്ടത് അവർ കണ്ടെത്തും. എനിക്കൊരു ഇലാഹുണ്ട്, ഞാനൊരു പ്രപഞ്ചനാഥൻ വന്നതാണ് എന്നവർക്ക് ബോധ്യപ്പെടും. ലഅന്നൽ ഇൻസാൻ യഅലമു ബി അഖ്ലിഹി, കാരണം മനുഷ്യൻ അവൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കും. അന്ന കുല്ലു സനഅത്തിൻ ലാ ബുദ്ദ ലഹാ മിൻ സ്വാനിൻ, കാരണം ഏതൊരു വസ്തു ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ഉണ്ടാക്കപ്പെട്ട വസ്തുവിന് ഒരു ഉണ്ടാക്കിയ ഒരാളുണ്ടാവണമെന്ന് ബുദ്ധിക്ക് മനസ്സിലാവും. ബുദ്ധി ഇല്ലാത്ത ആളല്ലേ ഏതൊരു വസ്തുവിനെ കണ്ടാലും ആ വസ്തു ഉണ്ടാക്കിയ ഒരാൾ എന്തായാലും ഉണ്ടാവണമല്ലോ. അപ്പോൾ ഇത്ര ബുദ്ധിശൂന്യതയാണ് ഇതിനൊന്നും സൃഷ്ടാവില്ല എന്ന് പറയുന്നവൻ. അസുനാത്തു ലാ തഖൂമു ഇല്ലാ ബിസാനി, ഏതൊരു വസ്തുവും ഉണ്ടാക്കിയ ഒരാളുണ്ടാവണം. ഇദാ റആ ബിനാഅൻ യഅലമു അന്നഹു ഹുനാക ബാനിയൻ, നിങ്ങളൊരു കെട്ടിടത്തെ കണ്ടാൽ ആ കെട്ടിടത്തിന് ഉണ്ടാക്കിയ ഒരാളുണ്ടാവും നിങ്ങൾക്കറിയാം. ഹത്താ ഹിമാൻ, എത്രത്തോളം തന്നെ ഒരു കൈതക്ക് വരെ അറിയാം. അല്ലത് ഇലാ അക്കലിന്തോ, കൈതക്ക് ഒരു ബുദ്ധിയില്ല, എന്നാൽ ആ കൈതക്ക് വരെ അറിയാം. ഇതാ അത്തത്തുഹു അർബത്തൻ, അതിനെ പിന്നിൽ നിന്ന് ആരാ അടിച്ചാൽ ഫറ മിൻ ജിഹത്തിൽ അർബഹു, അതിനെ എവിടെ നിന്നാണ് അടിച്ചത് ആ അടിച്ച ഭാഗത്തൂടെ അത് ഓടും. യഅലമു അന്ന ഹുനാലിക ഗാലിബൻ, കാരണം അതിനറിയാം ബാക്കിൽ ഒരാൾ അടിക്കാനുണ്ടെന്ന്. എന്തിനാ ഓടുന്നത്? ബാക്കിൽ ഒരാളിനെ അടിക്കുന്നുണ്ട്, കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ അടിക്കുന്നുണ്ടുള്ള ബോധ്യത്തിലൂടെയാണ്. കാരണം കൈതക്ക് ബുദ്ധിയില്ല, പക്ഷെ എന്നാലും അതിൻ്റെ ആ ചെറിയ ബുദ്ധിയിൽ വരെ അതിന് മനസ്സിലായി എന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ എന്നെ ഒരാൾ അടിക്കാനുണ്ട്. അതുപോലെ അങ്ങനെയാണ് മനുഷ്യനറിയില്ലേ, മനുഷ്യനിവിടെ സൃഷ്ടിച്ച സൃഷ്ടികൾക്കൊക്കെ ഒരു സൃഷ്ടാവുണ്ടെന്ന് അവൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അല്ലാഹു ലമ്മ അറഫ ബിനഫ്സി അവലൻ മാ ഖാല കമാ ഫീ സൂറത്തുൻ നഹൽ അള്ളാഹു പറഞ്ഞതുപോലെ ഹലക്കൽ സമാവാത്ത് വലൽ, അള്ളാഹു ആകാശഭൂമിയിൽ പടച്ചു. ഹലക്കൽ ഇൻസാന മിന്നു തുക, ഒരു വെള്ളത്തുള്ളിയിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ പടച്ചു. മൻ നദറ ഫി സമാവാത്തി വല്ലർദ്, ആരെങ്കിലും ആകാശത്തിലേക്കും ഭൂമിയിലേക്ക് നോക്കിയാൽ, വനദറ ഫിൽ ഇൻസാൻ, മനുഷ്യനിലേക്ക് നോക്കിയാൽ, യഅലമു അന്ന ഹാദിഹി സനഅ, ഈ ഒരു സൃഷ്ടിപ്പിന് ഉണ്ടെന്ന് അവൻ മനസ്സിലാവും. ലാബുദ്ദ ലഹു ഫി സാനിൻ, അതിന് ഒരു സൃഷ്ടാവ് ഉണ്ടാവില്ല, അത്യാവശ്യമാണെന്ന് അവന് മനസ്സിലാക്കും. ഇദാ കാന അഖ്ലുനാ യൂസിലുനാ ഇലാ മഅരിഫതി അന്ന ഹുനാക ഇലാഹൻ, അതുകൊണ്ട് തന്നെ ഒരു ഇലാഹുണ്ട് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധി തന്നെ ധാരാളം. ഒരാൾക്കൊരു ഇലാഹുണ്ട് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധി തന്നെ ധാരാളം. വലാക്കിൻ മാരിഫത്ത ദാക ഇലാഹിഹി, എന്നാൽ ആ ഇലാഹിനെ അറിയാനും, അതുപോലെ ബി സിഫാത്തിഹി അവൻ്റെ വിശേഷണങ്ങൾ അറിയാനും, വാ അസ്മാഇഹി അവൻ്റെ അസ്മാകൾ അറിയാനും, വാ ഫാലി അവൻ്റെ പ്രവർത്തനങ്ങൾ അറിയാനും, വ മാരിഫത്തെ അംരിഹി വനഹിഹി അവൻ്റെ കൽപ്പനയും വിരോധനങ്ങൾ അറിയാനും, വ അദാബിഹി വനൈമിഹി അവൻ്റെ ശിക്ഷയും പ്രതിഫലവും അറിയാനും, വ റിദാഹു മിൻ അളബിഹി അവൻ്റെ കോപവും അവൻ്റെ തൃപ്തിയും അറിയാനും. ഹാദാ ലൗ ലം യഅതി അമ്പിയാക്കന്മാരില്ലായിരുന്നെങ്കിൽ അവർക്ക് ലാ തഹ്ദി ഇലൈഹി അഹദുൻ, ഒരാൾക്കും അതിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ ഇലാഹുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു നബീൻ്റെ ആവശ്യമില്ല. ഇലാഹുണ്ട് എന്നറിയാൻ ബുദ്ധി തന്നെ ധാരാളം. പക്ഷെ എന്തിനാണ് അമ്പിയാക്കന്മാർ? ആ ഇലാഹിനെ അറിയാനും അവൻ്റെ വിശേഷണങ്ങളും അസ്മാവുകളും പ്രവർത്തനങ്ങളും മനസ്സിലാക്കാനും, അവൻ്റെ കൽപ്പനകളും വിലക്കുകളും അറിയാനും, അവൻ്റെ ശിക്ഷയും രക്ഷയും മനസ്സിലാക്കാനും, അവൻ്റെ തൃപ്തിയും കോപവും മനസ്സിലാക്കാനും ഇതിന് അമ്പിയാക്കന്മാർ നിർബന്ധം. അപ്പോൾ അമ്പിയാക്കന്മാരെ പഠിപ്പിച്ചത് എങ്ങനെ അള്ളാഹുവിനെ അറിയാം, എങ്ങനെ അള്ളാഹുവിൽ എത്തിച്ചേരാം, എങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെടാം, എന്താണ് അള്ളാഹ്ക്ക് ഇഷ്ടം, എന്താണ് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത്, ഇത് പഠിപ്പിക്കാൻ അമ്പിയാക്കന്മാർ. അള്ള ഉണ്ടെന്ന് പഠിപ്പിക്കാനല്ല. അള്ള ഉണ്ടെന്ന് അമ്പിയാക്കന്മാർ തേടിയിട്ടല്ല അള്ള ഉണ്ടെന്ന് പഠിക്കേണ്ടത്. നമ്മൾ ഖുർആനും സുന്നത്തും വെച്ചിട്ട് അള്ള ഉണ്ടെന്ന് പഠിക്കാനാണ് പോവുക. അങ്ങനെയല്ല, അള്ള ഉണ്ടെന്ന് പഠിക്കാൻ ബുദ്ധീനെ ധാരാളം. പക്ഷെ അള്ളാഹുവിനെ എങ്ങനെയാണ് നമ്മൾ പ്രാപിക്കുക, ആ അള്ളാഹിനെ എങ്ങനെയാണ് നമ്മൾ അറിയുക, ആ അള്ളാഹുവിലൂടെ നമുക്ക് എങ്ങനെ സഞ്ചരിക്കാൻ പറ്റുക, അള്ളാഹിൻ്റെ കൽപ്പനകളും എന്താണ്, അള്ളാഹ് വിരോധിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കാനാണ് മുർസലീങ്ങൾ വഴി നമ്മൾ സ്വീകരിക്കുന്നത്. ലായൊക്കെ യുംകിൻ അന്നൽ അക്കല യുദ്രിക്ക ശരീഅത്തൻ ബിലാ നബിയിൻ, ഒരു നബിയില്ലാതെ ഒരു മനുഷ്യനും ശരീഅത്ത് പാലിക്കാൻ പറ്റൂല. അതായത് ശരീഅത്ത് നമ്മൾക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതല്ല. അതുകൊണ്ട് ഇത് വളരെ കീയായ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. നമ്മൾ ശരീഅത്തിൽ ബുദ്ധി ഉപയോഗിക്കരുത്. നമ്മൾ ബുദ്ധിപരമായി നോക്കിയാൽ അങ്ങനെ ശരിയാവുക, അങ്ങനെ എന്താ കുട്ടികൾക്ക് ഇങ്ങനെ, എന്താ വാപ്പക്ക് ഇങ്ങനെ, എന്താ ഉമ്മക്ക് ഇങ്ങനെ, എന്താ ഈ സമയത്ത് നിസ്കാരം, എന്താ ഈ സമയത്ത് നോമ്പ്, എന്താ അത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത, എന്താ അങ്ങനെ ചെയ്യാൻ പാടുള്ളത്, എന്താ സ്ത്രീകൾക്ക് ഈ നിയമം, പുരുഷന്മാർക്ക് ഈ നിയമം, എന്താ അത് പറ്റാത്തത്, ഇത് പറ്റുന്നത്,
എന്നൊക്കെ തുടങ്ങിയിട്ട് ശരീഅത്തിൽ നമ്മൾ ബുദ്ധി പ്രയോഗിക്കരുത്. കാരണം അവിടെ ബുദ്ധിക്ക് പ്രസക്തിയില്ല. അള്ളാനെ കണ്ടെത്തുന്നതിൽ അള്ളാഹ് ഉണ്ട് എന്നുള്ളതിന് ബുദ്ധി ഉപയോഗിക്കാം. കാരണം ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാവും അള്ളാഹ് ഉണ്ട് എന്ന് കണ്ടെത്താൻ. പക്ഷേ അള്ളാഹിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കാൻ മുർസലീങ്ങൾ എന്ത് പഠിപ്പിച്ചോ, നബിമാരെന്ത് പഠിപ്പിച്ചോ അതേ നമ്മൾ ചെയ്യാവും. ബുദ്ധി ഉപയോഗിക്കരുത്. ബുദ്ധി ഉപയോഗിച്ചാൽ നമ്മൾ പരാജയപ്പെടും. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ശരീഅത്ത് തന്നെ നമ്മൾ സ്വീകരിക്കപ്പെടാം. ആ ശരീഅത്ത് നമ്മൾ ബുദ്ധിക്ക് അനുകൂലമാകുമ്പോൾ, അങ്ങനെ ബുദ്ധിക്ക് അനുകൂലമാകുന്നത് സ്വീകരിച്ച് ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കി ലാസ്റ്റ് ഒന്നും ഇല്ലാണ്ടായി. ലാസ്റ്റ് ഇവിടെ നിസ്കാരം വേണോ എന്നുള്ള ചിന്തയായി, നോമ്പ് വേണോ എന്നുള്ള ചിന്തയായി, പെണ്ണ് വേറെ ആണ് വേറെ, ആണിൻ്റെ അവകാശം പെണ്ണിൻ്റെ അവകാശം, കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു, മക്കളും വാപ്പിയും വേർപെട്ടു, ഒന്നും ഇല്ലാണ്ടായി. എന്തുകൊണ്ടാണ്? നമ്മൾ ശരീഅത്തിൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ്. ശരീഅത്ത് എന്താണോ പഠിപ്പിച്ചത് അത് അനുസരിക്കുക എന്നുള്ളത്, അതിനാണ് ബുദ്ധി വേണ്ടത്. അത് അള്ളാനെ ശരീഅത്ത് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധി പറ്റൂല. അന്നൽ അക്കല യുദ്രക്കോ ശരീഅത്ത് ബിലാ നബിയിൻ, ഒരു ശരീഅത്ത് ഒരു നബി ഇല്ലാതെയും നമുക്ക് ശരീഅത്ത് കണ്ടെത്താൻ കഴിയില്ല. വലിഹാദ ലൗലം യാതി അംബിയ വ റസൂൽ, ഇത് കാരണം കൊണ്ടാണ് അമ്പിയാക്കന്മാർ മുർസലീങ്ങൾ ഇല്ലെങ്കിൽ മാ യുംകിനുന അന്നന അബ്ദുല്ലാഹു തബാറക തആല, നമുക്ക് അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണമെന്ന് മനസ്സിലാവില്ലായിരുന്നു. നമുക്ക് അള്ളാഹ് ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ നബിമാരൊന്ന് ഫോളോ ചെയ്യാതെ ഇങ്ങനെ തവസീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ച് നടക്കുകയൊക്കെ ചെയ്താൽ ദൈവമുണ്ട് മനസ്സിലാക്കാനത് മതി. നമ്മൾ അവസാനത്തെ പോയിന്റിൽ ചിലപ്പോൾ ദൈവമുണ്ട് എന്നൊക്കെ മനസ്സിലാവും. പക്ഷെ അതിനല്ല, ദൈവമുണ്ട് മനസ്സിലായ ആ ദൈവത്തിനെ എങ്ങനെ നമ്മൾ അറിയും? അവനെങ്ങനെ അനുഭവിക്കും? അവനിലേക്ക് എങ്ങനെ യാത്ര ചെയ്യും? അവൻ്റെ കൽപ്പന എന്താണ്? അവൻ വിരോധിച്ചത് എന്താണ്? അവൻ്റെ തൃപ്തി എങ്ങനെ കരസ്ഥമാക്കാം? അവൻ്റെ കോപത്തിന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടുത്താം? ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാർ മുർസലീങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. അവർ വഴി മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അവർ പഠിപ്പിച്ച ശരീഅത്ത് വൈൻ കാന യുംകിനുന, അവരില്ലെങ്കിൽ അരിഫ വുജൂദ് അല്ലാഹു തബാറക വ തആല, അവരില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അള്ളാഹുവിൻ്റെ വുജൂദ് ഉണ്ടെന്ന് മനസ്സിലാവും. ഫഅർസലു റുസലൻ ഖത്അൻ ലി ഹുജ്ജത്തി ഐ മുഹ്തജ്ജൻ ബിൽ ജഹൽ. അപ്പോൾ മുർസലീങ്ങൾ അള്ളാഹു അയച്ചെന്തിനാ? നമ്മൾ എങ്ങനെയാണ് അള്ളാഹിനെ ആരാധിക്കേണ്ടത് നമുക്കൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നതിനെ ആ വാദത്തിന് തള്ളിക്കളയാനാണ്. അല്ലാതെ അള്ളാഹ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ മുർസലീങ്ങളോ ആവശ്യമില്ല. അള്ളാഹ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധി തന്നെ മതി. പക്ഷേ നമ്മൾ പറയില്ലേ അള്ളാഹ് ഉണ്ടെന്ന് മനസ്സിലായി, പക്ഷെ എങ്ങനെ നിസ്കരിക്കേണ്ടത് നമുക്ക് അറിയില്ലായിരുന്നു, നോമ്പൊക്കെ ഉണ്ട് എങ്ങനെ അറിയില്ലായിരുന്നു, അള്ളാഹിലേക്ക് യാത്ര ചെയ്യുന്ന എങ്ങനെ അറിയില്ലായിരുന്നു, ഇതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഉദറിനെ, ആ ഒരു ഒഴിവ് പറയുന്നതിനെ തടയാൻ വേണ്ടിയിട്ടാണ് അമ്പിയാക്കന്മാർ മുർസലീങ്ങൾ അള്ളാഹു അയച്ചത്. അല്ല, എന്നാൽ ഇന്നിപ്പോൾ മുസ്ലിങ്ങളൊന്നും ഇല്ല എന്നൊക്കെ വിചാരിക്കില്ല നമ്മൾ. എന്നാൽ ഇന്നോ ഇതാ വഖാൽ ഇൻസാൻ ഫി കുഫർ, ഒരു മനുഷ്യൻ കുഫറിലേക്ക് എത്തിപ്പെട്ടാൽ, ഔ ലലാലത്തൻ എന്നാൽ ലലാലത്ത് വൈകേടിലേക്ക് എത്തിപ്പെട്ടാൽ, വാഖഫ ബൈന യദൈല്ലാഹി തബാറക വ തആല, എന്നാൽ അള്ളാഹിൻ്റെ മുമ്പിൽ അവൻ എഴുന്നേറ്റുന്നാൽ, ഇനിദ്ദഅ ജഹലൻ, ഞാനൊന്നും അറിവില്ലാത്ത ആളാണെന്നും പറഞ്ഞാൽ, അത് ഈ ഒരു കാലഘട്ടത്തിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഞാൻ അറിയാത്തതുകൊണ്ട് അങ്ങനെ ആയതാണ്, ഞാൻ അറിയാത്തതുകൊണ്ട് ആയതാണ്, ഞാൻ അറിയാത്തതുകൊണ്ട് കാഫിറായതാണ്, ഞാൻ അറിയാത്തതുകൊണ്ട് അള്ളാഹിൻ്റെ വഴി സ്വീകരിക്കാത്തതാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, അർസൽതു റസൂലൻ, ഞാൻ നിങ്ങളിലേക്ക് മുർസലീങ്ങളെ അയച്ചിട്ടില്ലേ. വബഅദ റസൂലിന് ശേഷം റസൂലുകൾക്കും മറ്റ് അമ്പിയാക്കന്മാർക്കും ശേഷം ബഖിയൽ ഉലമ, ആരിഫീങ്ങളായ ഉലമാക്കളെ അയച്ചിട്ടില്ലേ. അവർക്ക് പിന്നെ എന്താ നിങ്ങൾക്ക് പറഞ്ഞെന്ന്? ഈ ഉലമാക്കൾ, ഔലിയാക്കന്മാർ, ആരിഫീങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ല ഇതൊക്കെ. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറിക്കാൻ പറ്റുക? പല ഉലമ വർസത്തുൽ അംബിയ, കാരണം ഉലമാക്കൾ അമ്പിയാക്കന്മാരെ വാരിസ്യങ്ങളാണ്. ഫഖത്താബിദാലിക്ക ഉസ്റഹു, അങ്ങനെ ആ പറച്ചിലോടുകൂടി അവരുടെ ഒഴിവ് പറയലൊക്കെ അവിടെ നിൽക്കും. ഈ ഇന്ന് പറഞ്ഞ ദർസിലൂടെയൊക്കെ കുറച്ചും കൂടി ആഴത്തിൽ എല്ലാവരും കടന്നു പോകാനുണ്ട്. ആ സമയം കുറവായതുകൊണ്ട് പെട്ടെന്ന് ഓടിച്ചു പോയതാണ്. ജസാക്കല്ലാഹു ഖൈർ.